ഈ ശബ്ദ പരിധി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങളിൽ പ്രാരംഭമായി ആയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നല്ല ആത്മീയ ഗീതങ്ങൾ ആലപിക്കുവാൻ പ്രിയ സഹോദരന്മാരെയും സഹോദരിമാരെയും കർത്താവ് അനുഗ്രഹിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം പുന്നപ്പറയിലെ ദൈവസഭയും അജ്മാൻ ദൈവസഭയും കൂടി ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് അടുത്തിരിക്കുകയാണ്. ലോക സംഭവങ്ങളെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐക്യ ആഗമനത്തിൻ്റെ കാതുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു കൈയിൽ വർത്തമാന പത്രവും മറുകൈയിൽ ദൈവഗ്രന്ഥമായി വിശുദ്ധ ബൈബിളും വെച്ച് പരിശോധിച്ചാൽ ഈ സത്യം ഏതൊരു വ്യക്തിക്കും സുവ്യക്തമായി തീരുന്നതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐക്യ ആഗമനം സംഭവിക്കാൻ, കാഹളം ധ്വനിക്കാൻ സമയം സമാഗതമായിരിക്കുന്നു. ഈ തരുണത്തിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ദേശത്തേക്ക് ദൈവവചനമായി ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2000 ആണ്ടുകൾക്കപ്പുറത്ത് തൻ്റെ ശിഷ്യന്മാരുടെ ഇപ്രകാരമാണ് തിരുവാമൊഴിഞ്ഞത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന് 31-32 വാക്യങ്ങളിൽ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശുക്രിസ്തു പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യും. സത്യം അറിയണം, സത്യത്താൽ സ്വാതന്ത്ര്യരാകണം. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും അതിപ്രധാനമായിരിക്കുന്ന 2 കാര്യങ്ങളാണ് കർത്താവായ യേശുക്രിസ്തു തിരുവാമൊഴിഞ്ഞത്. ഒന്ന്, സത്യം അറിയണം. സത്യം അറിയുക എന്ന് പറഞ്ഞാൽ അല്പകാല ജീവിതം കൊണ്ട് ഭൂമിയിൽ നമ്മുടെ ജീവിതം അവസാനിക്കുമോ? ഇതിനപ്പുറം ഒരു ജീവിതമുണ്ടോ? ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി? ഈ പ്രപഞ്ചത്തിൽ ചരാചരങ്ങൾ എങ്ങനെയുണ്ടായി? ഇവിടെ എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്? ഈ മനുഷ്യൻ എങ്ങനെ കുടുംബമായി? കുടുംബങ്ങൾ എങ്ങനെ ഗോത്രങ്ങളായി? എങ്ങനെയാണ് ഭാഷകളും ഭാഷാഭേദങ്ങളും ഉണ്ടായത്? ഇവിടെ എങ്ങനെ രാജ്യങ്ങളുണ്ടായി? ഈ രാജ്യങ്ങൾ എങ്ങനെ സാമ്രാജ്യങ്ങളായി? ഈ സാമ്രാജ്യങ്ങൾ തളർന്നടിഞ്ഞ് എങ്ങനെ ഇവിടെ ജനാധിപത്യം വന്നു? ഇനി ഒരു ഏകാധിപത്യം വരുമോ? മനുഷ്യൻ മരിച്ചാൽ അവൻ എവിടെ, എങ്ങനെ? ഒരു സ്വർഗമുണ്ടോ? ഒരു നരകമുണ്ടോ? മരിച്ചവർ മടങ്ങി വരുമോ? ഭൂമിയിൽ ഇനി ഒരു ജീവിതമുണ്ടോ? ഇതെല്ലാം മനുഷ്യരുടെയും അന്തരാളത്തിൽ നിന്നും ഉദിച്ചുയർന്ന ചോദ്യമാണ്. അതുകൊണ്ടാണ് പ്രശസ്ത തമിഴ് ഗായകനായിരുന്ന SP ബാലസുബ്രഹ്മണ്യം അദ്ദേഹത്തിൻ്റെ കോവിഡ് ബാധിച്ചു കിടക്കുന്ന ഒരു സമയം പത്രക്കാർ ചോദിച്ചു, സാർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചിന്തിക്കുന്ന വിഷയം ഏതാണ്? അനവധി ഗാനങ്ങൾ പാടി അനശ്വര ഗായകനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നെ ചിന്തിപ്പിച്ചത് ഞാൻ തന്നെ പാടിയ ഒരു പാട്ടിൻ്റെ വരികളാണ്. ഈ കടലും മറുകടലും വാനവും ഭൂമിയും കടന്ന് 14 ലോകങ്ങൾ കാണാൻ ഇവിടുന്ന് പോണവരെ അവിടെ മനുഷ്യരുണ്ടോ? അവിടെ മതങ്ങളുണ്ടോ? അവിടെ മനുഷ്യനുണ്ടോ? അവിടെ മതങ്ങളുണ്ടോ? ഇവിടെ കൊണ്ട് തീരുമോ ഈ ജീവിതം? അനശ്വരനായിരിക്കുന്ന അഥവാ ഇന്ന് ബാലസുബ്രഹ്മണ്യം സാർ ചോദിച്ച ചോദ്യമാണ്. ഇങ്ങനെ അനേകരുടെ വ്യക്തികളുടെ ജീവിതത്തിൽ നമുക്ക് അന്വേഷിച്ചാൽ അറിയാം, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ? അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യരാക്കുകയും ചെയ്യും. സത്യത്തെ ലോകത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെ നമുക്ക് ഈ സത്യം അറിയാൻ കഴിയും? നമ്മളെല്ലാം ഓരോ മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, മതമില്ലാത്തവരും ഉണ്ടാകാം. പക്ഷെ ഈ സത്യം എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? നമ്മളെ സംബന്ധിച്ചിടത്തോളം
നമ്മുടെ ഭാരതീയ സംസ്കാര ഗ്രന്ഥങ്ങളായ 4 വേദങ്ങൾ, 6 ശാസ്ത്രങ്ങൾ, 18 പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, സ്മൃതികൾ, ബ്രഹ്മാണങ്ങൾ, ആരണ്യങ്ങൾ, 18 വാല്യം ഭഗവത്ഗീത, 18 പർവ്വങ്ങൾ മഹാഭാരതം, 24 ആധ്യാത്മിക രാമായണം, ഇവയെല്ലാം അനുദിനം പഠിച്ചിട്ടും സത്യത്തെക്കുറിച്ച് നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന ഒരു പ്രകാശം ലഭിച്ചില്ല എന്ന് BC 700 കാലഘട്ടങ്ങളിൽ രചിക്കപ്പെട്ട ഉപനിഷത്തുക്കൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഉപനിഷത്താചാര്യന്മാരും പ്രാർത്ഥിക്കുകയാണ്, അസത്തോമാ സത്യമയ, ഞങ്ങളെ അസത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ. അവിടെയും സത്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഉണ്ടായ മറ്റൊരു മതമാണ്, പേർഷ്യയിലുണ്ടായ മതമാണ് സ്വരാഷ്ട്ര മതം. BC 700 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന സ്വരാഷ്ട്രയിലൂടെ വിരചിതമായിരിക്കുന്ന 1000-ഓളം ഗീതകളുള്ള സന്തവസ്ഥ എന്ന പുസ്തകമുണ്ട്. സന്തവസ്ഥ എന്ന പുസ്തകം പരിശോധിച്ചാൽ അതിലും അവസാനം അന്തിമമായി 3 പേർ വരും. അവസാനം വരുന്ന വ്യക്തിയുടെ പേര് അഗുരമസ്ത എന്നായിരിക്കും. സത്യത്തിന്റെ മനുഷ്യാവതാരം നടന്നെങ്കിൽ മാത്രമേ സത്യത്തെ വെളിപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. അവിടെയും സത്യാന്വേഷണമാണ് കാണുന്നത്. അതിനുശേഷം ഇന്ത്യയിൽ ഉണ്ടായ മറ്റൊരു മതമാണ് ബുദ്ധമതം. ബുദ്ധമത ഗ്രന്ഥത്തെ ത്രിപിടകം എന്നാണ് വിളിക്കുന്നത്. സുത്തപിടകം, വിനായക പിടകം, അവധർമ്മപിടകം. ഈ ബുദ്ധമത ഗ്രന്ഥം പരിശോധിച്ചാലും അതിൽ സത്യം കണ്ടെത്തുവാൻ ഇറങ്ങിത്തിരിച്ച മരണത്തിന്റെ കാരണം, ദുഃഖത്തിന്റെ കാരണം, ഇതിന്റെ യാത്രിക സത്യം കണ്ടെത്തുവാനാണ് ബുദ്ധൻ യാത്ര ആരംഭിച്ചതെങ്കിലും അവസാനം അദ്ദേഹവും പറഞ്ഞ് അവസാനിപ്പിച്ചത് നിർവ്വാണം എന്ന പദമാണ്. അഥവാ വിളക്ക് കെട്ടുപോകുന്ന പോലെ മനുഷ്യൻ മരണശേഷം ഒരു പക്ഷേ പരബ്രഹ്മത്തിൽ ലയിച്ചേക്കാം, അതിനപ്പുറം പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിനുശേഷം ഭാരതത്തിന്റെ മറ്റൊരു മതമാണ് ജൈനമതം. ഋഷഭദേവൻ എന്ന് പറയുന്ന പ്രത്യേക മഹർഷിയാലാണ് ഈ ജൈനമതം സ്ഥാപിച്ചതെങ്കിലും 84ഓളം ചെറു ഗ്രന്ഥങ്ങളുണ്ട്. വർത്തമാന മഹാവീരന്റെ കാലഘട്ടത്താണ് പ്രചാരതയും കൊടുത്തത്. പക്ഷേ ആ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് മുക്തിദായകം ആയിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ സത്യം കണ്ടെത്താൻ കഴിയുള്ളൂ എന്നാണ്. അതിനുശേഷം ഇന്ത്യയിലുണ്ടായ മറ്റൊരു മതമാണ് സിഖ് മതം. സിഖ് മതത്തിലും പറഞ്ഞിരിക്കുന്നത് ഗുരുമുഖി എന്ന പ്രത്യേക ലിപിയിൽ ഗ്രന്ഥസാഹിബ് എന്ന ഗ്രന്ഥം പരിശോധിച്ചാൽ അതിൽ പറയുന്നത് ഗുരുരാധിരനാദിച്ഛ ഗുരു പരമദൈവത ഗുരു സൃഷ്ടി തീതംസ നിഗ്രഹാനുഗ്രഹാത്മഹം ഹൃദം പഞ്ചവിധ ശാശ്വതം ഉപാസിതേതൻ ഗുരു ഭജ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗുരുവിന് മാത്രമേ ഗുരുവാണിയാണ്, ഗുരുവിന് മാത്രമേ ആത്യന്തിക സത്യത്തെ വെളിപ്പെടുത്താൻ കഴിയുള്ളൂ. ആ ഗുരുവിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ഗുരു രാധിരനാദിച്ച, ഗുരു ആദിയും അന്തവും ഇല്ലാത്തവനായിരുന്നു. ഗുരു സൃഷ്ടി, സ്ഥിതി, സംഹാര, നിഗ്രഹ, അനുഗ്രഹ 5 ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അവനെ മാത്രമേ ഉപാസിക്കാൻ പാടുള്ളൂ. അവനാണ് സാക്ഷാൽ ഗുരു. ആ ഗുരുവിന് മാത്രമേ സത്യം വെളിപ്പെടുത്തുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്ത് ഇന്നോളം സമസ്ത ജനതയ്ക്കും ഗുരുവായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകുകയും. ഇപ്പൊ ലോക ചരിത്രത്തിൽ ലോകത്തെ പഠിപ്പിക്കുവാൻ ലോകത്തേക്ക് ഇറങ്ങി വന്ന അനശ്വര ഈശ്വര വൃക്ഷ വിശേഷമായ കർത്താവായ യേശുക്രിസ്തു. ഈ കർത്താവായ യേശുക്രിസ്തുവാണ് ഇതിനെല്ലാം ഉത്തരം പറഞ്ഞത്. അതുകൊണ്ടാണ് എന്താണ് സത്യം, സത്യത്തെ അന്വേഷിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രന്ഥങ്ങളിലൂടെ ഒന്നും സത്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി ശാസ്ത്രത്തോട് ചോദിക്കൂ, ശാസ്ത്രവും മൗനത്തിലാണ്. കാരണം എങ്ങനെ പ്രപഞ്ചമുണ്ടായി എന്ന ചോദ്യത്തിന് ഇന്നുവരെ വ്യക്തമായ ഉത്തരമില്ല. എങ്ങനെ മനുഷ്യനുണ്ടായി എന്ന ചോദ്യത്തിനും വ്യക്തമായ ഉത്തരമില്ല. മനുഷ്യന്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും വ്യക്തതയില്ല. അപ്പോൾ തത്വചിന്തകൾക്കും കഴിഞ്ഞിട്ടില്ല ഉത്തരം കൊടുക്കുവാൻ. അതുകൊണ്ടാണ് ഉത്തരം പറയുവാൻ ഒരുവൻ വന്നേ പറ്റുകയുള്ളൂ. ഉത്തരം പറയുവാൻ ഭൂമിയിലേക്ക് വന്നുവെന്ന് അവകാശപ്പെട്ട ഒരേ ഒരു വ്യക്തി പ്രഭാവമാണ് കർത്താവായ യേശുക്രിസ്തു. ഒരു ചരിത്ര സംഭവം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ബൈബിളിൽ. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തു വിസ്തരിക്കുമ്പോൾ 3 മതക്കോടതികളും 3 സിവിൽ കോടതികളും മാറി മാറി വിസ്തരിച്ച ലോകത്തെ ഏക വിസ്താരം നടന്നത് ക്രിസ്തുവിന്റെ വിസ്താരമാണ്. അതിൽ അന്ത്യവിസ്താരം നടക്കുകയാണ്. അന്ത്യവിസ്താരം നടക്കുമ്പോൾ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 18-ാം അധ്യായത്തിന് 37-38 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായത്തിന് 37-38 വാക്യങ്ങൾ. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലയോ എന്ന് പറഞ്ഞത് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടത് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപ്പനായ എല്ലാം എന്റെ വാക്ക് കേൾക്കുന്നതിന് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്,
സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. ഇന്നും എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ ചോദിച്ചില്ല. പീലാത്തോസ് എന്ന റോമൻ ഗവർണർ ചോദിക്കുകയാണ്, കെട്ടപ്പെട്ടവനായി കുറ്റവാളിയായി തന്റെ മുമ്പിൽ നിർത്തിയിരിക്കുന്ന യേശുക്രിസ്തുവാണ് ചോദ്യം, എന്താണ് ഈ സത്യം? എന്താണ് ഈ സത്യം? അപ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ സത്യത്തിന് സാക്ഷി നിൽപ്പാൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. സത്യത്തിന് സാക്ഷി നിൽപ്പാൻ ഭൂമിയിൽ അവതരിച്ച കർത്താവായ യേശുക്രിസ്തു, ആ കർത്താവായ യേശുക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയ ദൈവഗ്രന്ഥമായ സത്യഗ്രന്ഥമായ വിശുദ്ധ ബൈബിളാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് ദൈവ തിരുവെഴുത്ത് പറയുന്നത് 40-ാം സങ്കീർത്തനത്തിന്റെ 6-7 വാക്യങ്ങളിൽ പറയുന്നത്, പുസ്തകച്ചുരുൾ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ആലേഖനം ചെയ്തിരിക്കുകയാണ്. ആ കർത്താവായ യേശുക്രിസ്തു എവിടെ ജനിക്കും, എപ്പോൾ ജനിക്കും, ആരിൽ ജനിക്കും, എങ്ങനെ സംസാരിക്കും, എങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെ മരിക്കും, എങ്ങനെ അടക്കപ്പെടും, എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും, എങ്ങനെ സ്വർഗ്ഗാരോഹണം ചെയ്തു ഇത്യാദി കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥമാണ് ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ. അതുകൊണ്ടാണ് സത്യഗ്രന്ഥം എന്നാണ് അതിനെ വിളിച്ചിരിക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളെ അറിയിക്കാം. എന്താണ് ഈ സത്യഗ്രന്ഥത്തിന്റെ പ്രത്യേകത? ലോകത്ത് അനവധി മതങ്ങളും മതഗ്രന്ഥങ്ങളും ഉണ്ടെന്ന് വരികിലും സത്യഗ്രന്ഥത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന്റെ ഉത്ഭവം അതിശ്രേഷ്ഠമാണ്. മറ്റു മതഗ്രന്ഥങ്ങളുടെ ഉത്ഭവത്തെ കുറിച്ച് പറഞ്ഞാൽ യജ്ഞകുണ്ഡത്തിൽ നിന്ന് കയറി വന്നുവെന്നും മനസ്സാകുന്ന സമുദ്രം എടുത്തുവെന്നും അതുപോലെ സ്വർഗത്തിൽ നിന്ന് ആയുത്തുകളായി ഇറക്കി കിട്ടിയെന്നൊക്കെ അവർ അത്ഭുതാവകമായിരിക്കുന്ന ആശയങ്ങളെ പ്രചരിപ്പിക്കുമ്പോൾ ദൈവഗ്രന്ഥമായ സത്യഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ പറയുന്നത് മനുഷ്യർ എഴുതിയെന്നാണ്. മനുഷ്യർ എഴുതിയെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ മനുഷ്യർ എഴുതിയത്? എന്തിനു വേണ്ടിയാണ് ഇത് എഴുതിയത്? അതുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും ഈ ചോദിച്ച സമസ്ത ചോദ്യങ്ങൾക്കും മതിയായ ഉത്തരം ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിളാണ്. അതുകൊണ്ട് ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിനെ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ബൈബിളിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് യജ്ഞകുണ്ഡത്തിന് കയറി വന്നുവെന്നല്ല, മനസ്സാകുന്ന സമുദ്രം കിളച്ചെടുത്തുവെന്നല്ല, മനുഷ്യർ തന്നെ എഴുതിയെന്നാണ്. എഴുതിയ മനുഷ്യരെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം പറയുന്നത്, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത്രേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതാത് കാലഘട്ടങ്ങളിൽ മനുഷ്യരോട് സംസാരിപ്പാൻ ദൈവത്തിനുള്ള കാര്യങ്ങളെ താൻ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരിൽ വരികയും അങ്ങനെ പ്രവാചകന്മാരോടുകൂടെ ഇന്ന് സംസാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം എന്നോട് ചോദിക്കാം, അത് പ്രവാചകന്മാരും മനുഷ്യരല്ലേ? അവരുടെ മാനുഷിക ബുദ്ധിയുടെ ആശയങ്ങളിൽ കടന്നുകൂടാൻ പാടില്ലേ? ന്യായമായ ചോദ്യമാണ്. ഇപ്പോൾ ചോദിക്കുന്ന പല യുക്തിവാദികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ അതിന് ഉത്തരവും ദൈവഗ്രന്ഥം പറഞ്ഞിട്ടുണ്ട്. ദൈവഗ്രന്ഥത്തിന്റെ പുറപ്പാട് പുസ്തകം 2-ാമത്തെ പുസ്തകം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം പറയുന്നത്, മോശെ, ഞാൻ നിന്റെ വായോട് കൂടെ സംസാരിക്കും. ഞാൻ ഈ ഉച്ചഭാഷയിലൂടെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ശബ്ദത്തെ ഉച്ചത്തിൽ കേൾപ്പിക്കുന്ന പോലെ ദൈവം പ്രവാചകന്മാരുടെ വായോട് കൂടെ സംസാരിച്ചു. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം സംസാരിച്ചു. അങ്ങനെ ദൈവം സംസാരിച്ചത് കൊണ്ടാണ് ലോകത്ത് മറ്റ് ഇതര മതഗ്രന്ഥങ്ങളിൽ വ്യത്യസ്തമായി തിരുവെഴുത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു പുസ്തകമാണ് ഈ സത്യഗ്രന്ഥം. പണ്ഡിതന്മാർ, പാമരന്മാർ, രാജാക്കന്മാർ, പുരോഹിതന്മാർ, ശാസ്ത്രിമാർ, മുക്കുവന്മാർ, ആട്ടിടയന്മാർ, ഇങ്ങനെ നാനാ തുറകളിൽപ്പെട്ടവർ, ഉദ്യാനം, മരുഭൂമി, ദീപസമുഖം, കാരാഗ്രഹം, ഇങ്ങനെ വിവിധ തലങ്ങളിൽ ഇരുന്നുകൊണ്ട് സുമാർ 1600 വർഷത്തെ കാലഘട്ടത്തിൽ എഴുതി ചേർത്താണ് ഈ ബൈബിൾ എന്ന് വരികിലും നിങ്ങൾ ആദ്യോടന്തം പരിശോധിച്ചാൽ ഒരെഴുത്തുകാരൻ ഒരിരിപ്പിലിരുന്ന് ഒരേ സമയത്ത് ഒരേ തൂലികയിൽ എഴുതിയതുപോലെ തമ്മിൽ ഇണക്കപ്പെട്ടിരിക്കുന്ന ഏക ഗ്രന്ഥമാണ്, പ്രപഞ്ചത്തിലെ ഗ്രന്ഥമാണ് സത്യഗ്രന്ഥമായി വിശുദ്ധ ബൈബിൾ. അതുകൊണ്ടാണ് ഈ സത്യഗ്രന്ഥമായി വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസീയമാണ്. അതാത് കാലഘട്ടങ്ങളിൽ ദൈവം മനുഷ്യരോട് അറിയിച്ചു എന്ന് പറഞ്ഞാൽ ആലോചിച്ചെഴുതിയൊരു പുസ്തകമല്ല. തെളിവെന്താണെന്ന് ചോദിച്ചാൽ, ആദ്യ മനുഷ്യനായ ആദാമും 10-ാം തലമുറക്കാരൻ നോഹയും തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല, അവർക്ക് ആലോചിച്ചെഴുതാൻ പറ്റില്ല. അതുപോലെ നോഹ മുതൽ അബ്രാഹാം വരെ ഏകദേശം 10 തലമുറ വ്യത്യാസമുണ്ട്, അവർ പരസ്പരം കണ്ടിട്ടില്ല. അബ്രാഹാം മുതൽ ദാവീദ് വരെ 14 തലമുറ വ്യത്യാസമുണ്ട്, പരസ്പരം ആലോചിച്ചെഴുതാൻ അസാധ്യമാണ്. ദാവീദ് മുതൽ ബാബേൽ പ്രവാസ കാലഘട്ടം അർത്ഥാത് ദാനിയേലിന്റെ കാലഘട്ടം BC 500 അവർ തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല. BC 1000 ദാവീദ് ജീവിച്ചിരുന്നത്. അതുപോലെ ബാബേൽ പ്രവാസ കാലഘട്ട ശേഷം ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ജീവിച്ചിരുന്നത്
വീണ്ടും ഒരു 500 വർഷം കൂടെ കഴിഞ്ഞു. അപ്പൊ പരസ്പരം കാണാത്ത ഒരു പല ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് ഈ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധരേഖ എന്നാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ രേഖയായിരിക്കുന്ന ദിവ്യഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ നാം ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുള്ളൂ. കാരണം യേശുക്രിസ്തു മാത്രമേ ലോകത്തിനോട് അവകാശപ്പെടുള്ളൂ, ഞാൻ തന്നെ സത്യം. യോഹന്നാൻ 14:6. അപ്പൊ യേശുക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദമായപ്പോൾ, അതാണ് പുസ്തകത്തിലുള്ളതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുവാൻ തനിക്ക് തിരുപ്രസാദമായപ്പോൾ ഇവിടെ പറയുകയാണ്, ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ 66 ഗ്രന്ഥങ്ങളും യേശുക്രിസ്തുവാണ് പ്രിയരെ. ഉൽപ്പത്തി പുസ്തകം സ്ത്രീയുടെ സന്തതി യേശുക്രിസ്തുവാണ്. പുറപ്പാട് പുസ്തകത്തിൽ പെസഹ കുഞ്ഞാട് യേശുക്രിസ്തുവാണ്. ലേവ്യ പുസ്തകത്തിൽ പാവപരിഹാരയായ ക്രിസ്തുവാണ്. സംഖ്യ പുസ്തകത്തിൽ അടിക്കപ്പെട്ട പാറ ക്രിസ്തുവാണ്. ആവർത്തന പുസ്തകം മോശയെ പോലെ പ്രവാചകൻ യേശുക്രിസ്തുവാണ്. യോശുവയുടെ പുസ്തകം ദൈവത്തിന് സൈന്യാധിപൻ ക്രിസ്തുവാണ്. അതൊരു ന്യായാധിപന്മാരുടെ പുസ്തകങ്ങൾ വായിച്ചാൽ അതിൽ നീതിയുടെ ന്യായാധിപതി യേശുക്രിസ്തുവാണ്. രൂത്തിന്റെ പുസ്തകത്തിൽ വീണ്ടെടുപ്പാன ബന്ധു യേശുക്രിസ്തുവാണ്. രാജാക്കന്മാരെ 6 പുസ്തകങ്ങൾ വായിച്ചാൽ വാഗ്ദത്ത രാജാവ് യേശുക്രിസ്തുവാണ്. എസ്രായുടെ പുസ്തകത്തിൽ ആലയം പണിയുന്ന ക്രിസ്തു. നഹമ്യാവിന്റെ പുസ്തകത്തിൽ രാജ്യത്തിന് വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു. എസ്തേറിന്റെ പുസ്തകത്തിൽ മധ്യസ്ഥനായ ക്രിസ്തു. ഇയ്യോബിൽ രക്ഷകനായ ക്രിസ്തു. സങ്കീർത്തനം സർവ്വവല്ലഭനായ ക്രിസ്തു. സദൃശ്യവാക്യം നമ്മുടെ മാതൃകയായ ക്രിസ്തു. ഉത്തമത്തിൽ നമ്മൾ സംതൃപ്തിയായ ക്രിസ്തു. പ്രവചന 17 പുസ്തകങ്ങൾ പരിശോധിച്ചാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവായ ക്രിസ്തു. 4 സുവിശേഷങ്ങളിൽ അഥവാ മത്തായി എഴുതിയ സുവിശേഷം പരിശോധിച്ചാൽ മശിക മഹാരാജാവായ ക്രിസ്തു. മർക്കോസിന്റെ സുവിശേഷം വായിച്ചാൽ ദൈവത്തിന്റെ ദാസനായ ക്രിസ്തു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മനുഷ്യപുത്രനായ ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവപുത്രനായ ക്രിസ്തു. അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചാൽ മരിച്ചുയർത്തെഴുന്നേറ്റ ക്രിസ്തു. 21 ഇടയലേഖനം വായിച്ചാൽ നല്ല ഇടയനായ ക്രിസ്തു. വെളിപ്പാട് പുസ്തകം ബൈബിളിലെ അവസാന പുസ്തകവും വായിച്ചാൽ അതിൽ രാജാതിരാജാവും കർത്താതികർത്താവുമായ യേശു ക്രിസ്തു. ഇങ്ങനെ 66 ഗ്രന്ഥങ്ങളും ഒരുപോലെ ക്രിസ്തു എന്ന വ്യക്തിത്വത്തെ ഒന്നായി ഒഴുകി മുന്നേറുന്നതാണ്. അതുകൊണ്ടാണ് ഈ ബൈബിളിനെ പോലെ ഈ സത്യത്തെ, ലോകത്തിലുള്ള സത്യഗ്രന്ഥം അനേക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു. ഇന്ന് വരെ അക്ഷരപ്പശു കണ്ടേക്കാം, പക്ഷേ അതിനൊരിക്കലും ആശയ വ്യത്യാസം ഉണ്ടാകില്ല. കാരണം ഒരു വ്യക്തിയാണത്. അതുകൊണ്ടാണ് ഒരിക്കലും വിവർത്തനങ്ങളെ ഭയക്കാത്തൊരു പുസ്തകം ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ മാത്രമാണ്. പൂർത്തീകരിക്കപ്പെട്ട ഒരു പുസ്തകമെന്ന് പ്രപഞ്ചത്തിൽ ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയ സത്യഗ്രന്ഥമാണ്. ഈ സത്യഗ്രന്ഥത്തിന് പ്രകാരമാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്തു വന്നത്. അല്ലയോ ക്രിസ്തു ചോദിക്കുകയാണെങ്കിൽ സത്യത്തിന്റെ ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. അല്ലയോ ക്രിസ്തു, ഈ പ്രപഞ്ചം ഒരു ദൈവമാണോ സൃഷ്ടിച്ചത്? യേശുക്രിസ്തു മറുപടി, ദൈവമാണ് സൃഷ്ടിച്ചത്. അങ്ങനെ ദൈവമാണ് സൃഷ്ടിച്ചതെങ്കിൽ, ദൈവം സർവർക്കും പിതാവായിരിക്കുന്നുവെങ്കിൽ ആ ദൈവം എങ്ങനെയാണ് ഉണ്ടായത്? ആ ദൈവം എന്നാണ് ഉണ്ടായത്? ഏത് യുക്തിവാദിക്കും, ഏത് പ്രത്യക്ഷവാദിക്കും, ഏത് മതവാദിക്കും, ഏത് തീവ്രവാദിക്കും മറുപടി പറയാവുന്ന രീതിയിലാണ് കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിച്ചാൽ സത്യത്തിന് സാക്ഷി നിൽപ്പാൻ ഭൂമിയിൽ അവതരിച്ച ക്രിസ്തു, ആ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ് എങ്ങനെയാണ് ദൈവം ഉണ്ടായത്. എങ്ങനെ ദൈവം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ യേശുക്രിസ്തുവിന് മാത്രമേ മറുപടി പറയാൻ കഴിയുള്ളൂ. കാരണം ദൈവത്തിന് മാത്രമേ ദൈവത്തെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. ലോകോത്തര നേതാക്കന്മാർ ആരോട് ചോദിച്ചാലും ഉത്തരം കിട്ടുകയില്ല. ഏത് ബുദ്ധിജീവിയോട് ചോദിച്ചാലും കിട്ടുകയില്ല. ഏത് അവതാര പുരുഷനോട് ചോദിച്ചാലും ഉത്തരം കിട്ടുകയില്ല. അല്ലയോ ക്രിസ്തു, അങ്ങ് ദൈവമായിരിക്കുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ ദൈവം ഉണ്ടായത്? ദൈവം എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചാൽ കർത്താവായ യേശുക്രിസ്തു മറുപടി പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിക്കാം. നാം വിശ്വസിക്കുന്ന ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം എങ്ങനെയുണ്ടായി? യോഹന്നാൻ 5:26. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ള ഉണ്ടാകുമാർ അവൻ വരം നൽകിയിരിക്കുന്നു.
പിതാവിന് തന്നിൽ തന്നെ ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഒരിക്കലും ഇല്ലാതിരുന്നു പിന്നെ ഉണ്ടായതുമല്ല. അവൻ നിത്യനായിരിക്കുന്ന ദൈവമാണ്. അപ്പൊ നിത്യനായിരിക്കുന്ന ദൈവം, ആ ദൈവത്തോടുകൂടെ ദൈവമായിരിക്കുന്നവൻ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്ന, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആദിയിൽ അവൻ ദൈവത്തോട് കൂടെയായിരുന്നു, അവൻ മുഖാന്തരം സർവവും സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ സൃഷ്ടിക്കപ്പെട്ടില്ല, അവനിൽ ജീവനുണ്ടായിരുന്നു. തന്നിൽ തന്നെ ജീവനുള്ള ആ സത്യദൈവം, ആ ദൈവത്തെ സംബന്ധിച്ച് പറയുകയാണ്, അവനാൽ സകലവും നിർമ്മിക്കപ്പെട്ടു. സകല സൃഷ്ടിയും ആരിലൂടെ നടന്നുവെന്ന് ചോദിച്ചാൽ തന്നിൽ തന്നെ ജീവനുള്ള ദൈവം. ആ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആ ദൈവമാണ് സമസ്തവും സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശു ക്രിസ്തു മറുപടി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചു. ആരെ സൃഷ്ടിച്ചു? പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അപ്പൊ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം, ആ ദൈവത്തെ കുറിച്ചാണ് മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ദൈവം സർവർക്കും പിതാവല്ലോ. അപ്പൊ സർവർക്കും പിതാവായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം എല്ലാവർക്കും പിതാവായിരിക്കുന്നു. എന്താണ് കാരണം? അതിന് കാരണം പറയുകയാണ്, ഈ മനുഷ്യനെ സൃഷ്ടിച്ചതും ദൈവം. ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്ന് എങ്ങനെ അറിയാം? ന്യായമായ ചോദ്യമാണ്. കാരണം ഇന്ന് ശാസ്ത്രം എന്ന പേരിൽ വ്യാജമായിരിക്കുന്ന പരിണാമ സിദ്ധാന്തം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് എന്താണ് തെളിവ്? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വീണ്ടും പറയുകയാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുന്നത്, മക്കൾ ജഡരക്തങ്ങളാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങൾ വന്നു. അല്ലയോ കർത്താവായ യേശുവേ, അങ്ങ് എന്തിനൊരു മനുഷ്യനായി വന്നു? ഇതര മതഗ്രന്ഥങ്ങൾ പറയുന്ന പോലെ കൃഷ്ണകൾക്ക് ജനാർദ്ദന എന്ന് 10 അവതാരങ്ങളെ കുറിച്ച് വൈഷ്ണവ അവതാരം പറയുമ്പോൾ, അല്ലയോ ക്രിസ്തു, അങ്ങെന്തിന് മനുഷ്യനായി വന്നു? ന്യായമായ ചോദ്യമാണ്. ഉത്തരമാണ്, മക്കൾ ജഡരക്തങ്ങളാകിയാൽ അവനും അവരെ പോലെ ജഡരക്തം കൂടി ഭൂമിയിലേക്ക് വന്നു. അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണ് ഈ പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന, ബൈബിൾ വെളിപ്പെടുത്തുന്ന സത്യ ദൈവമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ഈ കർത്താവായ യേശു ക്രിസ്തു ദൈവമാണോ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവമെന്നാണ് ദൈവഗ്രന്ഥമായി വിശുദ്ധ ബൈബിൾ വിളിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് യേശു ക്രിസ്തു ദൈവമായിരിക്കുന്നു? ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ദൈവഗ്രന്ഥമായി വിശുദ്ധ ബൈബിൾ. എങ്ങനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്? ബൈബിൾ വെളിപ്പെടുത്തിയ ദൈവം എന്ന് പറയുന്നത് ആരും വെറുതെ വിശ്വസിക്കേണ്ട. അതുകൊണ്ടാണ് എങ്ങനെ ഈ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തനം 19-ാം സങ്കീർത്തനം അതിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 19-ാം സങ്കീർത്തനം അതിന് 1-2 വാക്യങ്ങൾ. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഈ പ്രപഞ്ചം കാണുമ്പോൾ, ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെന്ന യാഥാർത്ഥ്യത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ, സൃഷ്ടിതാവായി ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദമായപ്പോൾ ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്താൽ തരി, താര, സൂര, പാര, പർവ്വത ഉറവാലങ്കൃതമായ ഈ ബ്രഹ്മാണ്ഡ ഘടാകം ദൈവം സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് ഈ സൃഷ്ടിച്ച ദൈവത്തെ ഇത് ദൈവം തന്നെ സൃഷ്ടിച്ചു എന്ന് എങ്ങനെ അറിയാൻ പറ്റും? നമുക്ക് വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ ദൈവം തന്റെ അദൃശ്യതയും തന്റെ ദിവ്യത്വവും താൻ സൃഷ്ടിയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. കാരണം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ബൈബിൾ പറയുകയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അല്ലയോ ക്രിസ്തു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ദൈവത്തെ കാണാൻ കഴിയാത്തത്? ഉത്തരം യേശു ക്രിസ്തു പറയുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവത്തെ മനുഷ്യ കണ്ണുകൾ കൊണ്ട് കാണുക അസാധ്യമാണ് പ്രിയരെ. മനുഷ്യ കണ്ണിന് പരിമിതിയുണ്ട്. തീരുമാനങ്ങൾക്ക് വിധേയമായ ഒരു വസ്തുവിനെ കാണാൻ കഴിയുള്ളൂ. തീരുമാനങ്ങൾക്ക് അതീതമായതും അതിവിദൂര വസ്തുവിനെ കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദൈവം ഇല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം അവന്റെ നിത്യശക്തിയും തന്റെ അദൃശ്യതയും താൻ സൃഷ്ടിയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നു? 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെന്റ് പോള് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ തന്റെ ശക്തിയുള്ള വചനത്താൽ കാണപ്പെടുന്ന പ്രപഞ്ചത്തെ വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഈ കാണുന്ന ലോകത്തിന് സദൃശ്യമായതല്ല, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് ഒരുപാട് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. എങ്ങനെ അറിയുന്നു? ദൈവവചനത്താൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്ന് എങ്ങനെ അറിയുന്നു എന്ന് പറഞ്ഞിരിക്കുക. കാണപ്പെടാത്ത വസ്തുവിനാൽ കാണപ്പെടുന്ന പ്രപഞ്ചം. ഞാൻ ചോദിച്ചോട്ടെ, മനുഷ്യ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഏറ്റവും ചെറിയ അണു,
അണുവിനെ സൃഷ്ടിച്ച ദൈവം. ആ അണുവിനെ എടുത്ത് പരിശോധിച്ചാൽ അറിയാം, ആറ്റം എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, 3 സെല്ലുകൾ ഒന്നായിരിക്കും, കാണാൻ കഴിയില്ല. ഇനി തന്മാത്രകൾ, അനവധി തന്മാത്രകളുടെ ഖരം, ദ്രാവകം, വാതകം, അവിടെയും 3 കാണാം. ഇനി അത് കാലത്തിലേക്ക് വന്നാൽ ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം. അതുകൊണ്ടാണ് മോശയെ വിളിച്ച് BC 1440 മോശയെ വിളിച്ച് ദൈവം പറഞ്ഞു, മോശെ നീ എഴുതുക, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മോശ എഴുതി വെച്ചു. എബ്രായ ഭാഷ പണ്ഡിതനായ മോശ എഴുതി എലോഹീം. എലോഹീം എന്ന് പറഞ്ഞാൽ എലോഹീം, 4 വർദ്ധിക്കാത്തതും 2 ചുരുങ്ങാത്തതുമായി ത്രിവാചിയായ ഒരു ശബ്ദം. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു തന്നെ കാൽവരിയുടെ ക്രൂശിൽ മാനവരാശിക്ക് വേണ്ടി പരമയാഗമായി തീരുമ്പോൾ വിശുദ്ധ മർക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ 34-ാം വാക്യത്തിൽ പറയുന്നു, എലോഹി എലോഹി ലമാ ശബക്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടേന്ന്. അപ്പൊ യേശുക്രിസ്തു അതാണ് എലോഹീം, ദൈവം. ആ ദൈവത്തോട് ദൈവമായിരിക്കുന്ന ദൈവം ഇതാ ആ ദൈവത്തെ കുറിച്ച് സ്വർഗീയ സൈന്യം ഒരുപോലെ ആരാധിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 1 മുതൽ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്വർഗീയ സൈന്യം ദൈവത്തെ ആരാധിക്കുന്നത് 2 കൊണ്ട് മുഖം മറച്ച്, 2 കൊണ്ട് പാദം മൂടി, 2 ചിറക് കൊണ്ട് പറന്ന് നിന്ന് അടുത്തുകൂടാത്ത പ്രകാശ് വസിക്കുന്ന അത്യന്ത ശക്തിയായ ദൈവത്തെ ആരാധിക്കുകയാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. 4 പറഞ്ഞ് കൂട്ടിയില്ല, 2 പറഞ്ഞ് കുറച്ചില്ല. 3 വ്യക്തിത്വങ്ങളുടെ സാരസത്തയായിരിക്കുന്ന ദൈവം, ആ ദൈവത്തെ സംബന്ധിച്ച് അവന്റെ അസ്തിത്വം സൃഷ്ടിയുടെ ഏറ്റവും ചെറിയ കടയിൽ വെളിപ്പെടുത്തി. ആ ദൈവത്തിന്റെ ഏകസത്ത, അഥവാ നാം ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ പേരെന്താണ് ചോദിച്ചത് ആരാണ്? ഇസ്രായേലിന്റെ പ്രവാചകനായിരിക്കുന്ന മോശ ചോദിച്ചു. അഥവാ ഈജിപ്തിലെ ഇഷ്ടികത്തൊഴിലാളി അടിമവർഗമായ ഈ ഇസ്രായേലിനെ മോചിപ്പിക്കുവാനായി മോശയെ അയക്കുകയാണ് ദൈവം. അപ്പോൾ അവിടെ റായെന്നും ആവണെന്നും പേരിൽ 2 സൂര്യദേവന്മാരും ആത്തൂർ എന്ന് പറയുന്ന വസുദേവതയുള്ള നാട്ടിലേക്ക് അയച്ചപ്പോൾ ചോദിക്കുകയാണ്, ഞങ്ങൾ അവിടെ ചെന്ന് എന്നെ അയച്ച ദൈവത്തിന്റെ പേരെന്തെന്ന് പറയണം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ 13-14 വാക്യങ്ങൾ ദൈവം പറഞ്ഞു കൊടുത്തു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളത് നിന്നെ എന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. അബ്രാഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെയുമായ യഹോവ എന്നാണ് പറഞ്ഞത്. യഹോവ എന്ന് ദൈവം പരിചയപ്പെടുത്തുവാനുള്ള കാരണം എന്താണ്? BC 700 ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം പറയുന്നത്, ആകാശത്ത് വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും മനുഷ്യനെ സൃഷ്ടിക്കുകയും ചെയ്തവനാണ് യഹോവയായ ദൈവം. അപ്പൊ ആ യഹോവയായ ദൈവം, ആ ഏകസത്യ ദൈവം, ഇത് 3 വ്യക്തിത്വങ്ങളുടെ സാരസത്തയാണെന്ന് ദൈവത്തിന് ലോകത്തിന് വെളിപ്പെടുത്തുവാൻ പ്രസാദമായപ്പോൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം ഒന്ന് കൽപ്പിച്ചിരുന്നുവെങ്കിൽ മനുഷ്യനും ഉണ്ടാകുമായിരുന്നു. എന്നാൽ മനുഷ്യനെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കും. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ വരഞ്ഞു, അവന് ജീവശ്വാസമൂതി എന്ന് പറയുമ്പോൾ നാം നമ്മുടെ സാദൃശ്യത്തിനും സ്വരൂപത്തിലും. എന്താണ് ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും? അവിടെ പറയുകയാണ്, ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും. 1, ദൈവം ആത്മാവാകുന്നു. 2, ദൈവത്തിന്റെ സാദൃശ്യത്തെ കുറിച്ച് പറയുകയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിൽ പറയുന്നത് വായിക്കാം നമുക്ക്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും ഒരു മനുഷ്യൻ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഒരു ദൈവം. ഞാനിത് പറയാൻ കാരണം ഇന്ന് ഇതെല്ലാം, അഥവാ യേശുക്രിസ്തുവും പിതാവും പരിശുദ്ധാത്മാവുമെല്ലാം ഒന്നാണ്, ഒരു വ്യക്തി തന്നെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്നാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ 3 വ്യക്തിത്വങ്ങളുടെ സാരസത്തയാണെന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അനേകർ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് നാം വിശ്വസിക്കുന്ന ദൈവം, ആ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകസത്യ ദൈവമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല. തന്റെ ശിഷ്യന്മാരെ കർത്താവായ യേശുക്രിസ്തു സുവിശേഷ ഘോഷണത്തിൽ അയക്കുമ്പോൾ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. വിശുദ്ധ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ പറഞ്ഞ ശേഷം നാമങ്ങളിൽ നിന്നല്ലേ പറയേണ്ടത്.
പക്ഷെ ഇവിടെ പറഞ്ഞ നാമത്തിൽ എന്നാണ്. 3 വ്യക്തിത്വങ്ങളുടെ സാരസത്യയായിരിക്കുന്ന ഏക സത്യ ദൈവം. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, ഈ ഏക സത്യ ദൈവം എന്ന് പറഞ്ഞാൽ 3 വ്യക്തിത്വങ്ങളുടെ സാരസത്യമാണ്. അല്ലാണ്ട് ദൈവം ഏകനെന്നൊരു വ്യക്തി വിശ്വസിച്ചത് കൊണ്ട് അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു പറയാൻ കഴിയില്ല. അപ്പൊ വായിക്കാം നമുക്ക് യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളോ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് എല്ലാവരും പറയുന്ന 33 കോടി ദേവന്മാരുണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും നമുക്ക് ഒരു ദൈവമുള്ളെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇസ്ലാം സഹോദരന്മാരും പറയുന്നത് ഞങ്ങളും ഏകദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഇതുപോലെ അസ്തിത്വമുള്ള, ഇതുപോലെ വ്യക്തിത്വമുള്ള 3 വ്യക്തിത്വങ്ങളുടെ സാരസത്യയായിരിക്കുന്ന ഏകസത്യ ദൈവമാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? എങ്കിലേ സത്യദൈവമാകുന്നുള്ളൂ. അതുകൊണ്ടാണ് ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ യോഹന്നാൻ എഴുതി വെച്ചു. റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവൻ സർവ്വത്തിനും മീതെ ദൈവം യേശു ക്രിസ്തു. കേവലം യഹോവ സാക്ഷികൾ പറയുന്ന പോലെ യേശു ക്രിസ്തു കുട്ടി ദൈവമല്ല, പിന്നെയോ അവൻ സർവ്വത്തിനും മീതെ ദൈവം. ഇത് പൗലോസ് പറയുമ്പോൾ ഫിലിപ്പിയർ 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നത് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടി വിചാരിക്കാതെ എന്ന് പറഞ്ഞ സർവ്വ ആരാധ്യനായ ദൈവം. ആ ദൈവത്തിൽ ദൈവമായിരിക്കുമ്പോൾ, അവൻ വചനഭാവമായിരിക്കുമ്പോൾ അവൻ സമത്വമുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് 3 ശീലകൾ പാടി 3 വ്യക്തിത്വങ്ങളുടെ സാരസത്യയായിരിക്കുന്ന ഏക ദൈവത്തെ. അതുകൊണ്ടാണ് ഏക ദൈവം എന്ന് പറയുമ്പോൾ എത്ര പരിശുദ്ധനായ ദൈവമുണ്ട്, എത്ര പരിശുദ്ധനായ ദൈവമുണ്ട് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. 1 ശമൂവേൽ 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമുക്ക് 1 ശമൂവേൽ 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. 1 ശമൂവേൽ 2:2. യഹോവയെ പോലെ പരിശുദ്ധനില്ല, നീ അല്ലാതെ ഒരുത്തനുമില്ലല്ലോ. ഓർത്തോണം, യഹോവയെ പോലെ പരിശുദ്ധനില്ല, നീ അല്ലാതെ ഒരുത്തനുമില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രമേ ബൈബിൾ പരിശുദ്ധൻ എന്ന് വിളിച്ചിട്ടുള്ളൂ. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 15:4. ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയിരിക്കും. നീയല്ലോ ഏക പരിശുദ്ധൻ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ രാവിലെ ഈ വീടുകളിൽ കയറിയപ്പോൾ ക്രൈസ്തവ വീടുകളായിരുന്നു പലതും. നല്ല ദൈവസ്നേഹമുള്ളവരാണ്. പക്ഷേ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യണം. ഒരേ ഒരു ദൈവം, ആ ദൈവം പ്രപഞ്ച സൃഷ്ടാവായ ദൈവം, ആ ദൈവം തന്നെ പരിചയപ്പെടുത്തിയത് യഹോവയായ ദൈവം, ആ ദൈവം ഭൂമിയിലേക്ക് അവതരിച്ചു വന്നപ്പോൾ ഇതാ ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഗബ്രിയേൽ ദൂതനായ ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ്. സർവ്വജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. ഈ ജനിച്ചിരിക്കുന്ന ശിശു ഉണ്ടല്ലോ, ഇവൻ പഠിച്ച് വളർന്ന കർത്താവായവനല്ല, പിന്നെയോ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. ആ ആദിയിൽ വചനമായിരുന്നവൻ, ദൈവത്തോട് കൂടെ ഇരുന്നവൻ, സകലവും സൃഷ്ടിച്ചവൻ, തന്നിൽ തന്നെ ജീവനുള്ളവനായ മഹാദൈവം. ആ മഹാദൈവത്തിന്റെ മടിത്തലം വിട്ട് മാലാഖമാരുടെ ആരാധന വിട്ട് മഹീതലത്തിലെ ഇതാ മറിയത്തിന്റെ മകനായി വന്നപ്പോൾ ഗബ്രിയേൽ ദൂതൻ അവനെ പ്രഖ്യാപിക്കുകയാണ്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. കർത്താവ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ യഹോവ. യഹോവ എന്ന നാം അത്യന്തം പവിത്രമാകൊണ്ട് അതിനു പകരം യഹൂദന്മാർ ഉപയോഗിച്ച ഒരു സാങ്കേതിക പദമാണ് അഡോണായി. അഡോണായി എന്ന പദം ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ കൂറിയോസ് എന്നായി. കൂറിയോസ് എന്ന പദം മലയാളത്തിൽ വിവർത്തനം കർത്താവ് എന്നായി. അതുകൊണ്ടാണ് 110-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് എന്റെ കർത്താവിനോട്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലേക്ക് വെളിപ്പെട്ടു വന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവമുണ്ടോ? ഉണ്ട്. ഒരു പ്രപഞ്ച സൃഷ്ടാവായ ദൈവം എങ്ങനെ ഉണ്ടായി? തന്നിൽ തന്നെ ജീവനുള്ളവൻ. ആ ദൈവം യേശുക്രിസ്തു എന്തുകൊണ്ട് ദൈവമായിരിക്കുന്നു? മറ്റനവധി ദൈവങ്ങളെ പോലെ വിദ്യാദൈവങ്ങളുടെ നടുവിൽ ഒരു ഏക സത്യ ദൈവം. യോഹന്നാൻ പറയുകയാണ്, ഏക സത്യ ദൈവം. ആ ഏക സത്യ ദൈവം നിന്നെയും
നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ഒരു നിത്യജീവൻ ഉണ്ടാകണമെങ്കിൽ, ആ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ അറിഞ്ഞിരിക്കണം, ഒന്ന്, ദൈവം ഏക സത്യ ദൈവമാണ്. ആ ഏക സത്യ ദൈവം പ്രപഞ്ച സൃഷ്ടാവായ ദൈവമാണ്. ആ ദൈവമായിരിക്കുന്നവൻ യഹോവയായ ദൈവമാണ്. ആ യഹോവയല്ലേ, യഹോവയെ പോലെ മറ്റൊരു പരിശുദ്ധനില്ല. മനുഷ്യരാരും പരിശുദ്ധന്മാരല്ല. ആ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചപ്പോൾ ഇതാ ഗബ്രിയേൽ ദൂതന്റെ അടുക്കൽ ചെല്ലുകയാണ്. ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അടുക്കൽ ചെന്നു. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 28 മുതൽ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ, മറിയമേ, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. മറിയ ആശ്ചര്യഭരിതയായി. കാരണം ഇതെന്തോ ഒരു വന്ദനം. ഈ ദൂതൻ എന്നെ ഇത്രമാത്രം, അഥവാ എന്നോട് അറിയിപ്പാൻ തക്കവണ്ണം എന്തോ ഒരു വന്ദനം എന്നാണ് ആശ്ചര്യഭരിതയായി മറിയ ചോദിക്കുകയാണ്. ഞാൻ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ, പുരുഷനെ അറിഞ്ഞിട്ടില്ല. കാരണം ഇവിടെ ദൂതൻ പറയുകയാണ്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവനെ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ എന്നേക്കും രാജാവായിരിക്കും. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, ഞാൻ ഇന്നുവരെ പുരുഷനെ അറിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഞാൻ ചോദിച്ചോട്ടെ സ്നേഹിതന്മാരെ, ഞാൻ ഇന്നിതിലെങ്ങനെ നടക്കുമ്പോൾ കണ്ടു അമലോത്ഭവയാണെന്ന് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട സ്ത്രീരത്നമാണ് മറിയ. കാരണം അമലോത്ഭവയല്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, മറിയ ജനിച്ചത് ദാവീദ് കുലത്തിലാണ്. ദാവീദ് കുലത്തിൽ ജനിച്ചുവെങ്കിൽ, വായിക്കുക നിങ്ങൾ 51-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്, അയ്യോ, ഞാൻ അകൃത്യത്തിലുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുന്നു. ഈ ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ പറയാണ്, അശുദ്ധിനെ ജനിച്ച് വിശുദ്ധനുണ്ടോ? ഈ ഭൂമിയിൽ ഏതൊരു മനുഷ്യന് ജനിച്ചാൽ അശുദ്ധരാണെന്ന് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അമലോത്ഭവ എന്ന് പറയരുത്. ഉത്ഭവമില്ലാതെ ഇതാ ഒരുത്തൻ ജനിക്കുകയാണ്. ആ ഒരേ ഒരു ജന്മത്തെ കുറിച്ച് പറയുകയാണ്, മറിയമേ, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവനെ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവൻ ദാവീദിന് സിംഹാസനം കൊടുക്കും. ഞാൻ ഇന്നുവരെ പുരുഷനെ അറിഞ്ഞിട്ടില്ല, പിന്നെ ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൂതൻ പറയുകയാണ്, ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ 35-ാം വാക്യത്തിൽ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും, അപ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പിതാവിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിനാൽ വചനം ശരീരമായി തീർന്നു. മൂന്നാളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏകാത്മസത്യയായ ദൈവം ഇതാ ശരീരമെടുത്ത് ഭൂമിയിലേക്ക് വരുവാൻ അവന് പ്രസാദമായപ്പോൾ, നീ എനിക്കൊരു ശരീരം ഒരുക്കി തന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കാം, അങ്ങനെയെങ്കിൽ മറിയിൽ നിന്നല്ലേ ജനിച്ചത്? മറിയിൽ നിന്ന് ജനിച്ച ആ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ആ ക്രിസ്തു എങ്ങനെ വിശുദ്ധനാവും? ന്യായമായൊരു ചോദ്യമാണ്. കാരണം അതിൽ ന്യായമുണ്ടെന്ന് എനിക്കറിയാം. കാരണം പാപിയായ മനുഷ്യനിൽ നിന്ന് എങ്ങനെ പരിശുദ്ധനായ ദൈവം ജനിക്കും? പലപ്പോഴും യുക്തിവാദികൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് പേടിക്കാതെ പഠിക്കേണ്ട ദൈവഗ്രന്ഥമാണ്. ഈ ദൈവഗ്രന്ഥം സത്യം വെളിപ്പെടുത്തും. അതുകൊണ്ട് എങ്ങനെ ജനിച്ചു അതിനെക്കുറിച്ച് പറയുകയാണ് യിരെമ്യാവിന്റെ പ്രവചനം 31-ാം അധ്യായം അതിന് 22-ാം വാക്യം വായിക്കാം. യിരെമ്യാവിന്റെ പ്രവചനം 31-ാം അധ്യായം അതിന് 22-ാമത്തെ വാക്യം. വിശ്വാസത്യാഗിനിയായ മകളെ, നീ എത്രത്തോളം ഉഴന്നു നടക്കും? യഹോവ ദേശത്തൊരു പുതുമ സൃഷ്ടിക്കുന്നു. സ്ത്രീ പുരുഷനെ ചുറ്റി പരിപാലിക്കും എന്ന് പറഞ്ഞാൽ, മറിയയുടെ ഉള്ളത്തിൽ ഉരുവായത് വചനം ജഡമായതാണ് ഗർഭപാത്രത്തിൽ. അതുകൊണ്ടാണ് തന്റെ പ്രതിസുത വരനായിരിക്കുന്ന ജോസഫ് ഈ മറിയ ഗർഭിണിയായി എന്നറിഞ്ഞപ്പോൾ ഗൂഢമായി ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ ദൈവത്തിന് ദൂതൻ വീണ്ടും ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട ശേഷം പറയുകയാണ്, മത്തായി സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 20-21 വാക്യം വായിക്കാം. 1-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ. ഇങ്ങനെ ധരിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയെ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉത്ഭൂതമായത് പരിശുദ്ധാത്മാവിലല്ലോ. പ്രപഞ്ചത്തിൽ ഇന്നോളം പരിശുദ്ധാത്മാവിൽ വചനം ശരീരമായി തീർന്ന് ജന്മപാപമില്ലാതെ ഈ ഉത്ഭവഭാവം കൂടാതെ ഒരു വ്യക്തി ജനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ദൈവഗ്രന്ഥം വെളിപ്പെടുത്തുന്ന സത്യദൈവവും നിത്യജീവനുമായ കർത്താവായ യേശുക്രിസ്തു മാത്രം. അതുകൊണ്ടാണ് ഇവിടെ പറയുകയാണ്, എന്താണ് മറിയയ്ക്കുള്ള റോൾ എന്ന് പറഞ്ഞിരിക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ത്രീ പുരുഷനെ ചുറ്റി പരിപാലിക്കും. നമുക്കറിയാം, പരിപാലകൻ എന്തെന്ന പരിചാരകനെ വിളിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 48-ാം വാക്യം വായിക്കാം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന് 48-ാമത്തെ വാക്യം. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇന്നു മുതൽ എല്ലാ തലമുറയും ഭാഗ്യവതി ഞാൻ. കാരണം എന്താ? ദൈവത്തിന്റെ ദാസി.
ആ ദാസിയിൽ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. അമ്മായി എന്നല്ല പറഞ്ഞ്. ഞാൻ ആദിയോടന്തം 66 ഗ്രന്ഥ സമുച്ചയമായി വിശുദ്ധ ബൈബിൾ കുലങ്കക്ഷമായി പരിശോധിച്ചിട്ടും അവിടെ എങ്ങും ക്രിസ്തു യേശു അമ്മായി എന്ന് വിളിച്ചിട്ടില്ല. അവന്റെ അമ്മായി എന്ന് ജനങ്ങളെ പരിചയപ്പെടുത്തി. എന്താണ് കാരണം? നമ്മളെ പോലെ കേവലം അപ്പനും അമ്മയിൽ നിന്നും അണ്ടവും ബീജവും കൂടി ചേർന്ന് ജനിച്ചവനല്ല പ്രിയരേക്ക് യേശു ക്രിസ്തു. അവൻ വെളിപ്പെട്ട ദൈവമാണ്. അതുകൊണ്ടാണ് ജന്മ പാപമില്ലാതെ ഭൂമിയിൽ ജീവിച്ച കർത്താവായ യേശു ക്രിസ്തു. അവന് മാത്രമേ പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഭൂമിയിലുള്ള സമസ്ത മനുഷ്യരും പാപികളാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കിടന്നിരിക്കുന്നു. ഈ ഭൂമിയിൽ ഏതൊരു മനുഷ്യൻ മരിക്കുന്നുവെങ്കിലും അതൊരു കാരണം അവൻ പാപിയാണ്. ആ പാപിയായിരിക്കുന്ന മനുഷ്യന് ഒരിക്കലും പാപമില്ലാതെ ഭൂമിയിൽ ജനിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവ്യ അവതാരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ട് അവന് പാപമില്ലാതെ ജനിച്ചു. 33 വയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ച ക്രിസ്തു, ആ ക്രിസ്തുവിനെ വിസ്തരിച്ചത് 3 മതക്കോടതികളാണ്. 3 മതക്കോടതികളും 3 സിവിൽ കോടതികളും മാറി മാറി വിസ്തരിക്കുകയാണ്. ശത്രുക്കളുടെ കോടതിയാണ് വിസ്താരം. ആ വിസ്താരത്തിൽ ഇതാ 1-ാമത്തെ കോടതി ഹന്നാവ് ചോദിച്ചു, അവന് നിന്റെ ഉപദേശം എന്ത്? നിന്റെ ശിഷ്യന്മാരൊക്കെ? യേശു ക്രിസ്തു മറുപടി പറഞ്ഞില്ല. പക്ഷെ ഹന്നാവിന് തെറ്റവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീണ്ടും കയ്യപ്പാസ് വിസ്തരിച്ചു. അക്കാലഘട്ടത്തിലെ യഹൂദ മഹാപുരോഹിതൻ, ഒരു കാലഘട്ടത്തിൽ മഹാപുരോഹിതനെ പാടുള്ളൂ. അങ്ങനെ ദൈവാലയത്തെയും ന്യായപ്രമാണത്തെയും കാത്തു സൂക്ഷിക്കേണ്ട മഹാപുരോഹിതൻ ചോദ്യം ചെയ്തു ക്രിസ്തുവിനെ. അവനൊരു പാപവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീണ്ടും സന്നിധി സംഘം, യഹൂദ മതക്കോടതി, 613 ധാർമ്മിക പ്രമാണങ്ങൾ, 10 ആത്മീയ പ്രമാണങ്ങൾ മറച്ചും തിരിച്ചും പരിശോധിച്ചപ്പോഴും അവനിൽ മരണകരമായ ഒരു തെറ്റും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീണ്ടും സിവിൽ കോടതിയിലേക്ക് അയച്ചു. അവിടെ പിലാത്തോസ് എന്ന ഗവർണർ വിസ്തരിച്ചിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ ചെയ്ത ദോഷമെന്ന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീണ്ടും അവനെ അയക്കുകയാണ് നേരെ, അഥവാ ആ കാലഘട്ടത്തിലെ ഗലീലായിലെ രാജാവായ ഹെറോദാസിന്റെ അടുക്കിലേക്ക് അയച്ചു. അവന് ഒരു തെറ്റും കണ്ടെത്താൻ കഴിഞ്ഞില്ല പ്രിയരെ. എന്നാൽ വീണ്ടും പിലാത്തോസിന്റെ കോടതി വീണ്ടും വിസ്തരിച്ചു. 6-ാമത്തെ കോടതി പറയുകയാണ്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അവൻ വെള്ളമെടുത്ത് കൈ കഴുകി. അവന് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത യൂദാസ്, അവൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്ത് സാക്ഷ്യം പറഞ്ഞു. അവൻ വിസ്താരം നടക്കുമ്പോൾ ഇതാ ഒരു കത്ത് കൊടുത്തയക്കുന്നു. റോമൻ ഗവർണർ ഭാര്യ അവന് ഒരു കത്ത് കൊടുത്തയച്ചു, നിങ്ങൾ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടും. നീതിമാനാണ് അവൻ. ആ കർത്താവായ യേശു ക്രിസ്തുവിന് 2 കള്ളന്മാർ അപ്പുറത്തും ഇപ്പുറത്തും ക്രൂശിൽ. ഇപ്പോൾ രണ്ടുപേരും ആദ്യം അവനെ ആക്ഷേപിച്ചുവെങ്കിലും ഇതാ മറ്റൊരു കള്ളൻ പറയുകയാണ്, നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ അരുതാത്ത ഒന്നും ചെയ്യാത്ത പാപം ചെയ്യാത്ത ഒരേ ഒരുവൻ കർത്താവായ യേശു ക്രിസ്തു. അവന്റെ മരണം കണ്ടുകൊണ്ട് ശതാധിപൻ അവൻ വിളിച്ചു പറയുകയാണ്, വാസ്തവമായി നീതിമാനാണ്. അനേക പാപികളുടെ മരണം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവൻ വാസ്തവമായി നീതിമാനാണ്. അവന്റെ മരണം കണ്ട് ശതാധിപൻ വിളിച്ചു പറഞ്ഞു, ഇവന്റെ മരണത്തിൽ സൂര്യൻ ഇരുണ്ടുപോയി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവക്കറ തുറക്കപ്പെട്ടു, ജെറുസലേം ദൈവാലയത്തിന്റെ തിരശ്ശീല മുകൾ അടിവരെയും കീറിപ്പോയി. ഇതുപോലൊരു മരണം ഇതാ സാക്ഷാൽ ദൈവപുത്രന്റെ മരണം എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചോട്ടെ സ്നേഹിത, എന്തിനാ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്? അതുകൊണ്ടാണ് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യരാക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ക്രിസ്തു അങ്ങെന്തിന് ക്രൂശിൽ മരിച്ചു? ഒരു സ്വർഗമുണ്ട് പ്രിയരെ. ഈ ഭൂമി കൊണ്ട് മനുഷ്യ ജീവിതം അവസാനിക്കുമായിരുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിന് ഒരിക്കലും ക്രൂശിൽ മരിക്കേണ്ട ആവശ്യമില്ല. അല്ലയോ ക്രിസ്തു, അങ്ങ് എവിടെ നിന്നാണ് വന്നത്? എന്തുകൊണ്ട് അങ്ങേക്ക് പാപമില്ല? എന്തുകൊണ്ട് അങ്ങേ വിസ്തരിച്ചിട്ട് പാപത്തെ തെളിയിക്കാൻ കഴിഞ്ഞില്ല? അല്ലയോ കർത്താവായ യേശുവേ, അങ്ങേക്ക് എന്തുകൊണ്ട് പാപമില്ല? കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, വായിക്കാം നമുക്ക്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിലിരിക്കുന്നവനായി മനുഷ്യപുത്രൻ അല്ലാതെ സ്വർഗത്തിൽ കയറിയായി. അതുകൊണ്ടാണ് യേശു ക്രിസ്തു, നിങ്ങൾ ഭൗമികരാ, ഞാൻ സ്വർഗീയനാ. അപ്പൊ യേശുക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോൾ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം, അങ്ങനെ സ്വർഗം എവിടെയാണ്? കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അതുകൊണ്ട് ദൈവഗ്രന്ഥമായി സത്യഗ്രന്ഥമാണ് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സത്യഗ്രന്ഥം പറഞ്ഞിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ, സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം. ഈ ഭൂമിയിലല്ല സ്വർഗം. പലപ്പോഴും പലരും പറയുന്നത് കേൾക്കാം, നല്ല ആരോഗ്യവും സൗന്ദര്യവും നല്ല കാലത്ത് ഇവിടെ സ്വർഗതുല്യമായ ജീവിതം, രോഗവും ദുഃഖവും ദുരിതവും പിടിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നരകതുല്യം. പ്രിയ സ്നേഹിതന്മാരെ, സ്വർഗവും നരകവും ഇവിടെയല്ല. ഇവിടെ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കും. എവിടെയാണ് സ്വർഗം?
സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം. അപ്പോൾ ചോദിക്കും, സ്വർഗം എന്ന് പറഞ്ഞാൽ എന്റെ സിംഹാസനം എന്നല്ലേ പറഞ്ഞത്? ആ സ്വർഗത്തിൽ എങ്ങനെയാണ് സിംഹാസനം, എവിടെയാണ് വെച്ചിരിക്കുന്നത്? ന്യായമായ ചോദ്യമാണ്. അതിനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. സ്വർഗം എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ട്. വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13 വാക്യങ്ങൾ വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 13 വാക്യങ്ങൾ. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും എന്ന് പറഞ്ഞ ഈ കാണുന്ന ആകാശമല്ല സ്വർഗം, ഇതിനല്ല ഈ കാണുന്ന നക്ഷത്രലോകമല്ല സ്വർഗം, ഇതിനെല്ലാം അപ്പുറത്ത് എന്ന് പറയുന്ന നക്ഷത്രലോകങ്ങൾക്കപ്പുറത്ത് ഉത്തരദിക്കിൽ ദൈവത്തിന്റെ സിംഹാസനം. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ഇന്നും ഗ്രഹങ്ങൾ എത്രയുണ്ടെന്ന് ശരിയായ ഒരു കണക്ക് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അനവധി അന്തരാളങ്ങളുണ്ട്, അനവധി ഗാലക്സികളുണ്ട്, കോടാനുകോടി നക്ഷത്ര ലോകങ്ങളുണ്ട്. ഇതിനെല്ലാം അപ്പുറത്ത് ഉത്തരദിക്കിൽ ദൈവത്തിന്റെ സിംഹാസനം എന്ന് പറയുമ്പോൾ സ്വർഗം എന്താണ്? സ്വർഗത്തിന്റെ പ്രത്യേകത എവിടെയാണ് സ്വർഗം എന്ന ചോദ്യം. ഭൂമിയിൽ നിന്നൊരാൾ സ്വർഗത്തെ ദർശിക്കണമെന്ന് ആഗ്രഹിച്ചാൽ എവിടെയായിരിക്കും? ഉത്തരദിക്കിൽ. എവിടെ ഉത്തരദിക്ക്? അതുകൊണ്ടാണ് ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ദൈവഗ്രന്ഥം രേഖപ്പെടുത്തി, ഭൂമിയെ അവൻ നാസ്തിത്വത്തിൽ നിർത്തിയിരിക്കുന്നു, ഭൂമിയെ ശൂന്യതയിൽ നിർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു. ഉത്തരദിക്കിനെ ശൂന്യത്തിന്മേൽ വിരിക്കുന്നവരും ഭൂമി 23 ഡിഗ്രി ചെരിഞ്ഞ് നിന്ന് 1000 മൈൽ സ്പീഡിൽ കറങ്ങുന്ന 25,000 മൈൽ ചുറ്റിലുള്ള ഭൂമി. ആ ഭൂമിയെ ശാസ്ത്രീയമായി പരിശോധിച്ചാൽ ആ ഭൂമി തെക്ക് വടക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുക. തെക്കോട്ട് പോകുന്ന വടക്കോട്ട് പോകുന്ന ഉയർന്ന ഭാഗമെന്നും തെക്കോട്ട് വരുന്ന താഴ്ന്ന ഭാഗമെന്ന ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് ഉത്തരദിക്കിനെ ശൂന്യത്തിൽ വിരിച്ചിരിക്കുന്നു. ആ ഉത്തരദിക്കിൽ അത്യുന്നത ദൈവത്തിന്റെ സിംഹാസനം. ഞാൻ ചോദിച്ചോട്, ഇവിടെ കടൽ അടുത്തുണ്ട്. ഈ കടലിന്റെ നടുക്കടലിൽ ഒരു വ്യക്തി ചെന്നുപെട്ടാൽ ദിക്ക് നോക്കി യന്ത്രം വെക്കും, അല്ലാതെ ദിക്കറിയാനൊക്കില്ല. കാരണം 21% കടലാവും, 21% കരയുള്ളൂ. എന്തുകൊണ്ടാ ഈ ദിക്ക് നോക്കി യന്ത്രത്തെ വടക്ക് നോക്കി യന്ത്രം എന്ന് വിളിക്കുന്നത്? വടക്കോട്ടായിരിക്കുള്ളൂ. സർവസൃഷ്ടിക്കും ആരാധ്യനായ ദൈവം. അതുകൊണ്ടാണ് സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം. ആ സ്വർഗമുണ്ട്, ഉണ്ട്. ആ സ്വർഗത്തിൽ നിന്നാണ് ഇറങ്ങി വന്നത് യേശു ക്രിസ്തു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, അങ്ങനെ ഈ സ്വർഗത്തിൽ പിശാച് പോവോ? സ്വർഗത്തിൽ പിശാചില്ലോ? വായിക്കാം. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ 12-ാം വാക്യം. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം വായിക്കും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളുടെ അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ടാണ് ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ദൂതന്മാരും പിശാചിന്റെ ദൂതന്മാരും ചെന്നു. അവിടെ പിശാചിന്റെ നിന്നാ ഇയ്യോബ് 2-ാം അധ്യായത്തിന് 1-ാം വാക്യം എന്ന് പറഞ്ഞാൽ സ്വർഗമുണ്ട്, സ്വർഗങ്ങളുണ്ട്, സ്വർഗാദി സ്വർഗമുണ്ട്. വായിക്കും നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യം. ഞാനിത് വായിപ്പിക്കുന്നതിന്റെ കാരണം ഇത് ദൈവഗ്രന്ഥത്തിന്റെ തെളിവ് വെച്ച് പറയുന്നതാണ്. കാരണം ഇനി എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് സത്യം അറിയണം. നീ മാത്രം യഹോവയാകുന്നു, നീ ആകാശത്തെയും സ്വർഗാദി സ്വർഗത്തെയും അവയിലെ സകല സ്വർഗമുണ്ട്, സ്വർഗങ്ങളുണ്ട്, സ്വർഗാദി സ്വർഗമുണ്ട്. അപ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ? അതെവിടെയാ? സങ്കീർത്തനം 68:33 വായിക്കും. സങ്കീർത്തനം 68:33. 68:33. പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറിയവന് പാടുവീൻ. സ്വർഗങ്ങളുണ്ട്, സ്വർഗാദി സ്വർഗങ്ങളുണ്ട്. എഫെസ്യർ 4:10 വായിച്ചാൽ സ്വർഗാദി സ്വർഗങ്ങളുണ്ട്. ആ സ്വർഗങ്ങൾക്കുമേതേ ഈ വാനവയങ്ങൾക്കപ്പുറത്ത്, സ്വർഗങ്ങൾക്കപ്പുറത്ത്, സ്വർഗാദി സ്വർഗത്തിനപ്പുറത്ത് പുരാതന സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ ദൈവമായിരുന്നവൻ, സറാഫുകളും മൂപ്പന്മാരും അനവരതം ആരാധ്യനായിരുന്നു മഹാദൈവം. ആ ദൈവം ഭൂമിയിലേക്ക് അവതരിച്ചു വന്നപ്പോൾ
യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ ഫിലിപ്പോസ് ചോദിച്ചു, ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് ഗുരു, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണണം. യേശു ക്രിസ്തു ഇപ്രകാരം മറുപടി പറഞ്ഞു, ഇത്രയും കാലം ഫിലിപ്പോസേ ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങൾ ദൈവത്തെ കണ്ടില്ലയോ, പിതാവിനെ കണ്ടില്ലയോ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ആ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ സകല സമ്പൂർണതയെന്നാണ് യഹൂദന്മാരിൽ വെച്ച് ഏറ്റവും അഗ്രഹണനായിരിക്കുന്ന 8-ാം നാളിൽ പരിശീലനയേറ്റ പരീക്ഷ പണ്ഡിതനായിരിക്കുന്ന ഗമാലിയലിന്റെ പാദപീഠത്തിരുന്ന് ന്യായപ്രമാണം പഠിച്ചിരിക്കുന്ന, അഥവാ ആ വിദ്യാസമ്പന്നനായിരിക്കുന്ന ബഹുപണ്ഡിതനായിരിക്കുന്ന തർസോസുകാരൻ ശൗൽ യേശുക്രിസ്തുവിന്റെ മാർഗത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ജെറുസലേം ദൈവാലയത്തിലെ മഹാപുരോഹിതന്റെ അധികാരപത്രവും വാങ്ങി അശ്വാരൂഢനായി ആയുധപാണിയായി ഇതാ 240 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ആ ശിഷ്യന്മാരെ പിടിച്ചു കെട്ടി കൊണ്ടുവരുവാൻ ദമസ്കോസിലേക്ക് പുറപ്പെട്ടപ്പോൾ, ദമസ്കോസിന്റെ പടിവാതിക്കൽ എത്തിയപ്പോൾ ഇതാ സൂര്യനേക്കാൾ വലിയൊരു വെളിച്ചം അവന്റെ മുഖത്ത് മിന്നി. അവൻ താഴെ വീണവൻ ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? യഹോവയായ കർത്താവായ ദൈവത്തിന് വേണ്ടി, ഏകസത്യ ദൈവത്തിന് വേണ്ടി തീവ്രവാദം ചെയ്യുന്ന സത്യവിശ്വാസിയെ എന്നെ തടുക്കാനാ? യേശുക്രിസ്തുവിന് ശാന്ത ഗംഭീരമായ മറുപടി, നീ ഉപദ്രവിക്കുന്ന യേശു ഞാനാകുന്നു. ആ യേശുക്രിസ്തുവിനെ ദർശിച്ച, ഒരു വിഗ്രഹത്തെ ആരാധിക്കാത്ത, ഒരു മനുഷ്യനെ ദൈവമെന്ന് വിളിക്കാത്ത തർസോസുകാരൻ ശൗൽ ക്രിസ്തുവിന്റെ ശിഷ്യൻ എഴുതി വെച്ചു കൊലസ്യ ലേഖനം 2-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമൃദ്ധിയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവത്തിന് എന്തെല്ലാം സൽഗുണ സമ്പൂർണതകളുണ്ടോ അതെല്ലാം ഒരു വ്യക്തിയിൽ ഇന്ന് വരെ വെളിപ്പെട്ട ഒരു ദൈവമുണ്ടെങ്കിൽ അവനാണ് പ്രിയരെ കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നുവെന്ന് പറയുമ്പോൾ നിങ്ങൾ പരിശോധിച്ചു, ദൈവമായിരുന്നാൽ അവൻ നിത്യനായിരിക്കണം. യേശുക്രിസ്തു നിത്യനാണ്. ദൈവം ദൈവമായിരുന്നാൽ അവൻ സർവ്വവ്യാപിയായിരിക്കണം. യേശുക്രിസ്തു പറഞ്ഞു, 2-3 പേർ കൂടി നടുവിൽ ഞാനുണ്ട്. ദൈവമായിരുന്നാൽ അവൻ സർവജ്ഞാനിയായിരിക്കണം. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെയും വിചാരങ്ങളെയും ഞാൻ അറിയുന്നു. ദൈവമായിരുന്നാൽ അവൻ സർവശക്തനായിരിക്കണം. യേശുക്രിസ്തു കാറ്റും കടലും അലറി വന്നപ്പോൾ അമരുക എന്ന ആത്മാക്ഷരം അടക്കി നിർത്തുമെങ്കിൽ അവൻ സർവശക്തനാണ്, അവൻ സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്, അവൻ നിത്യനാണ്, അവൻ പരിശുദ്ധനാണ്. ഈ മഹാദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ വ്യക്തി ഗുണങ്ങളെ കുറിച്ച്, ദൈവത്തിന്റെ വ്യക്തി ഗുണങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിന് 15-16 വാക്യങ്ങളിൽ ദൈവഗ്രന്ഥം ഇപ്രകാരം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരിക്കണം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1-ാം ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന് 15-ാം വാക്യം വായിക്കുക. 15-16 വാക്യങ്ങൾ. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യത ഉള്ളവനും അടുത്തുകൂടാത്ത പ്രകാശം വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനും തക്ക സമയത്ത് പ്രത്യക്ഷത കൊടുക്കുന്നവനുമാണ് പ്രപഞ്ച സൃഷ്ടാവായി വെളിപ്പെട്ട ദൈവമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ഒന്നവൻ ധന്യനായ ഏകാധിപതിയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞു, തന്നെ കൊല്ലുവാൻ കുത്തിച്ചു നിൽക്കുന്ന യഹൂദ ജനതയോട് അവൻ പറഞ്ഞു, എന്റെ ജീവനെ കൊടുപ്പാൻ തിരികെ പ്രാപിപ്പാൻ എനിക്ക് അധികാരമുണ്ട്. എന്താണ് കാരണം? അവന് ജീവനുണ്ടായിരുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രന് തന്നിൽ തന്നെ ജീവനുണ്ട്. അവൻ യഥാർത്ഥത്തിൽ ധന്യനായ ഏകാധിപതിയാണ്. 2 പറയുകയാണ് ഇവിടെ നമ്മൾ പാടി, രാജാതി രാജാവിനെ കുറിച്ച് നമ്മുടെ ബാബുസോരം പാടി. ഇല്ലേ, എന്താണ് യേശുക്രിസ്തുവിന്റെ രാജ്യത്വത്തിന്റെ പ്രത്യേകത? അവൻ നിത്യനായ രാജാവാണ്. യിരെമ്യാ പ്രവചനം 10-ാം അധ്യായത്തിന് 10-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. ആ ശാശ്വത രാജാവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്തു വന്നപ്പോൾ കിഴക്കിന്റെ വിദ്വാൻമാർ, ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാർ അവർ അന്വേഷിച്ചത് ഹെറോദാസ് രാജാവിന്റെ കൊട്ടാരത്തിൽ യഹൂദന്മാർ രാജാവായി പിറന്നവനെവിടെ എന്നാണ് ചോദ്യം. ഇവിടെ ജനിച്ച് ജീവിച്ച് വളർന്ന് പട്ടാഭിഷേകം രാജാവിനെ അല്ല അന്വേഷിച്ചത്. ഞങ്ങൾ അവനെ കണ്ട് നമസ്കരിപ്പാൻ ഇതാ വന്നിരിക്കുന്നു. ആ കർത്താവായ യേശുക്രിസ്തു എന്ന ശിശുവിനെ അമ്മയായി മറിയോടുകൂടെ കണ്ട് മത്തായി 2:10 അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ പൊന്ന് മൂര് കുന്തിരിക്കം കാഴ്ചവെച്ച് അവനെ ആരാധിച്ചില്ലേ പ്രിയരെ? ഇങ്ങനെ ജനിച്ചപ്പോൾ രാജാവായി ജനിച്ച ഒരേ ഒരു വ്യക്തി അവൻ യേശുക്രിസ്തു മാത്രമാണ്. അവിടെ കൊണ്ട് തീർന്നില്ല. പിലാത്തോസ് ചോദ്യമാണ്. യോഹന്നാൻ 18:37 നീ രാജാവ് തന്നെ? യേശുക്രിസ്തു എന്റെ രാജ്യം ഐക്യമല്ല, കടലും മലയും കൊണ്ട് അതിർത്തിയിരിക്കുന്ന ഭൂഭാഗത്തിന് രാജാവല്ല ഞാൻ സർവ്വത്തിന്റെ
യഹൂദയുടെ രാജാവാണ്, ഞാൻ രാജാവ് തന്നെ എന്നാണ് പറഞ്ഞത്. അല്ലയോ പ്രിയ സ്നേഹിതന്മാരെ, അനേകരുടെ മരണം കണ്ട ലോകം, രക്തസാക്ഷി മണ്ഡപമുള്ള ലോകത്ത് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, യേശു ക്രിസ്തുവിനെ ക്രൂശിൽ മാത്രമേ എഴുതി വെച്ചുള്ളൂ നസ്രയത്തുകാരനായ യേശു യഹൂദന്മാരുടെ രാജാവ്, ജനിച്ചപ്പോൾ രാജാവ്, ജീവിച്ചപ്പോൾ രാജാവ്, മരണത്തിനും രാജാവ് എഴുതി വെച്ചു. എബ്രായ ഭാഷ, ദൈവം മോശയോട് സംസാരിച്ച ഭാഷ എഴുതി വെച്ചു. ഗ്രീക്ക് ഭാഷ, തത്വജ്ഞാനികളെ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തത്വജ്ഞാനികളുടെ ഭാഷ എഴുതി വെച്ചു. ലാറ്റിൻ ഭാഷ, റോമൻ വലേറിയൻ നിയമം രേഖപ്പെടുത്തിയ ഭാഷ എഴുതി വെച്ചു. നസ്രയത്തുകാരനായ യേശു യഹൂദന്മാർ രാജാവ്, ജനിച്ചപ്പോൾ രാജാവ്, ജീവിച്ചപ്പോൾ രാജാവ്, മരിച്ചപ്പോൾ രാജാവ്, മരിച്ചുയർത്തന്നെ രാജാവ്, മടങ്ങി വരുന്ന രാജാതി രാജാവ്. ഇവനാണ് ദൈവം, ഇവനാണ് നമ്മുടെ ദൈവം. ആ രാജാതി രാജാവായ ദൈവം കർത്താതി കർത്താവായിരിക്കണം. അതുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന് ഉച്ചാരണത്താൽ തരി, താര, സൂര, പാര, പർവ്വതങ്ങളുമായ ഈ ബ്രഹ്മാണ്ഡ ഘടകത്തെ സൃഷ്ടിച്ചവൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. ഈ ശിശുവുണ്ടല്ലോ, ഇവനാണ് സൃഷ്ടികർത്താവ്. ആ സൃഷ്ടികർത്താവ് കാലത്തിലൂടെ നടന്നു പോകുമ്പോൾ കാലത്തിന് അതീതനായ കർത്താവായ യേശു ക്രിസ്തു ഇതാ കാനാവിലെ കല്യാണ വീട്ടിന്റെ പച്ച കൽപ്പാത്ര നടുവിൽ നിന്നുകൊണ്ട് അവൻ കൽപ്പിച്ചു, കോരി നിറപ്പീൻ, കോരി കൊടുപ്പീൻ. പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി മാറ്റുവാൻ കാലത്തെ ആവശ്യമില്ലാത്ത, മാധ്യമം ആവശ്യമില്ലാത്ത, സർവ്വനിഷ്ഠമായിരിക്കുന്ന കാലത്തെ നിർമ്മിച്ചവൻ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് സ്നേഹിത, എങ്ങനെ ദൈവം ഉണ്ടായി എന്ന ചോദ്യത്തിന് ഇന്ന് വരെ ദൈവം മാത്രം മറുപടിയായിരുന്ന ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, അനാദിയായ ശാശ്വതമായ ദൈവം. ആ ദൈവം തന്നിൽ തന്നെ ജീവനുള്ള ദൈവം ഭൂമിയിലേക്ക് അവതരിച്ച ക്രിസ്തു, അവൻ കാനാവിലെ കൽപ്പാത്രത്തിലെ കേവലം പച്ചവെള്ളത്തോട് കൽപ്പിച്ചപ്പോൾ ആ കാലത്തെ അതിജീവിച്ചുകൊണ്ട് അവൻ പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി മാറ്റിയ ഇവനാണ് കാലത്തിനെതിരായ ദൈവം. ആ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ജെറുസലേമിലേക്ക് പോകും, നിങ്ങൾ മൂപ്പന്മാർ എന്നെ പിടിക്കും, അവർ എന്നെ തല്ലും, അവർ എന്നെ ക്രൂശിച്ച് കൊല്ലും, നിങ്ങൾ എന്നെ കൊല്ലൂ, ഞാൻ ഉയർക്കാമെന്ന് മരണത്തെ വെല്ലുവിളിച്ച ഒരുത്തനുണ്ടെങ്കിൽ സർവ മത നേതാക്കന്മാരും മസ്തിഷ്ക മല്ലന്മാരും മതഗുരുക്കന്മാരും മരണത്തെ അമ്പേ ഭയപ്പെടുമ്പോൾ, ഇവിടുത്തെ ധീര രക്തസാക്ഷികൾ ഭയപ്പെടുമ്പോൾ യേശു ക്രിസ്തു മാത്രം പറഞ്ഞു, ഞാൻ നിങ്ങളെന്നെ കൊല്ലൂ, ഞാൻ ഉയർക്കാം. പ്രിയ സ്നേഹിതന്മാരെ, അവൻ കർത്താവായ യേശു ക്രിസ്തു പറയുക മാത്രമല്ല ചെയ്തത്, ഞാൻ പറഞ്ഞതുപോലെ മൂന്നാം നാൾ താൻ ഉത്തുംഗ പ്രതാവാൻ ഉയർത്തെഴുന്നേറ്റ് 40 നാൾ ഈ ഭൂമിയിലൂടെ സഞ്ചരിച്ചു. തന്റെ ആണിത്തഴമ്പുള്ള കൈകൾ ഉയർത്തി അവൻ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചില്ലേ, അവർ നോക്കി നിൽക്കാതെ വേഗം സ്വർഗാവനം ചെയ്ത് സ്വർഗത്തിലിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ഈ രാജാതി രാജാവും കർത്താതി കർത്താവും മടങ്ങി വരാൻ പോകുന്ന ഒരേ ഒരു കർത്താതി കർത്താവ് ഉണ്ടെങ്കിൽ ഈ സൃഷ്ടികർത്താവായ ദൈവം, അവനാണ് ന്യായകർത്താവായി അന്ത്യ ന്യായവിധി ദിവസത്തിൽ ന്യായവിധി നടത്തുന്ന ആ വിധി കർത്താവാണ് കർത്താവായ യേശു ക്രിസ്തു. അവിടെ കൊണ്ട് തീർന്നില്ല. ഇവിടെ പറയും, ധന്യനായ ഏകാധിപതി, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ. അമർത്യതയുള്ളവൻ ദൈവം മരിക്കുമോ? യേശു ക്രിസ്തു മരിച്ചില്ലേ? യേശു ക്രിസ്തു എന്തുകൊണ്ട് മരിച്ചു? അവൻ ജന്മഭാവമില്ല, കർമ്മഭാവമില്ല, വെളിപ്പെട്ട ദൈവമാണ്. അല്ലയോ ക്രിസ്തു, അങ്ങെന്തിനു മരിച്ചു? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ക്രിസ്തുവിന് മനുഷ്യന് ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കാൻ കഴിയും. കാനാവിലെ കല്യാണം വീഞ്ഞുണ്ടാക്കിയ ക്രിസ്തുവിന് അവന്റെ ദാഹം അകറ്റാൻ കഴിയും. ഒരു മത്സ്യത്തിന്റെ ഉള്ളിൽ നിന്ന്, അഥവാ മത്സ്യത്തിന്റെ ആ ഉള്ളിൽ നിന്ന് നികുതി പണം കൊടുത്ത ക്രിസ്തുവിന് ആവശ്യം പോലെ പണം കൊടുക്കാൻ കഴിയും. ഈ ഭൂമിയിൽ മരിച്ചവർ ഉയർപ്പിച്ച ക്രിസ്തു സർവർക്കും സർവവും കൊടുക്കുന്ന ദൈവമേ, അങ്ങെന്തിനു മരിക്കണം? അതുകൊണ്ടാണ് പ്രിയ സഹോദര, ഒരു നരകമുണ്ട്. ഒരു നരകമില്ലായിരുന്നുവെങ്കിൽ യേശു ക്രിസ്തു ഒരിക്കലും ക്രൂശിൽ മരിക്കേണ്ട ആവശ്യമില്ല. നരകമുണ്ടോ? ഉണ്ട്. നരകത്തെ കുറിച്ച് ആരാണ് പറഞ്ഞിരിക്കുന്നത്? യേശു ക്രിസ്തുവാണ്. വിശുദ്ധ മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം അതിന് 46 വാക്യങ്ങൾ വായിക്കാം. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിന് 46 മുതൽ 48 വാക്യങ്ങൾ വായിക്കണം. ജീവനിൽ കിടക്കുന്നത് 2 കാലുമുള്ളവനായി കിടാത്ത തീയിലും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ല. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂഴ്ന്നു കളക. ഒറ്റക്കണ്ണനായി ദൈവരാജ്യത്തിൽ കിടക്കുന്നത് 2 കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ല. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല. യേശുക്രിസ്തു പറയുകയാണ്, ഓരോ മനുഷ്യന്റെ അംഗവർണ്ണനങ്ങൾ എടുത്തുകൊണ്ട് അവൻ ചെയ്യുന്ന ഓരോ പാപത്തിനും ന്യായമായി ശിക്ഷ വിധിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ നീതിമാനായുണ്ട്. ആദ്യത്തെ ദിവസം ഇവിടെ മുഖപക്ഷമില്ലാത്തൊരു ദൈവത്തെ എൻ്റെ പ്രിയ ദൈവദാസനിലൂടെ പ്രസംഗിച്ചുവെങ്കിൽ, 2-ാമത്തെ ദിവസം ദൈവത്തിന്റെ മർമ്മത്തെ കുറിച്ച്, മാർമികമായ സത്യങ്ങളെ, ദൈവത്തിന്റെ അന്തശക്തിയെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ, ഇപ്പോൾ ഇവിടെ പറയുകയാണ്, നരകമുണ്ട്. ആ നരകത്തിൽ കെടാത്ത തീയുണ്ട്, ചാകാത്ത പുഴുവുണ്ട്.
ഒരുപക്ഷെ ചോദിച്ചേക്കാം, എവിടെയാണ് കെടാത്ത തീ, ചാകാത്ത പുഴു എവിടെയെന്ന് ചോദിക്കാം. ഞാൻ ചോദിച്ചോട്ടെ സ്നേഹിത, സത്യഗ്രന്ഥമാണ് സത്യം പറഞ്ഞിരിക്കുന്നത്. ആ സത്യഗ്രന്ഥ പ്രകാരം ഭൂമിയിൽ വന്ന സത്യമായിരിക്കുന്ന ക്രിസ്തുവാണ് പറഞ്ഞത്, നരകമുണ്ട്, നരകത്തിൽ കെടാത്ത തീയുണ്ട്, ചാകാത്ത പുഴുവുണ്ട്. നമുക്ക് നോക്കാം നരകം എവിടെയാണെന്ന്. വായിക്കാം ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കാം. ശാസ്ത്രം എന്ന ആശയം മനുഷ്യ ശബ്ദവശം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ചു. ഭൂമിയിൽ നിന്ന് ആഹാരം ഉണ്ടാക്കുന്നു, അതിന്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. നാം അധിവസിക്കും. ഇത്ര മനോഹരമായ ലോകത്ത്, കടലും പുഴയുമുള്ള ലോകത്ത്, 71% ജലമുള്ള ലോകത്ത് ഈ ഭൂമിയുടെ അഹോമണ്ഡലം തീ എന്ന പോലെ കത്തിമറിയുന്നുവെന്ന് 4000 ആണ്ടുകൾക്കപ്പുറത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് നാം ഇരിക്കുന്ന ഈ ഭാഗം ഒരു 60-70 കിലോമീറ്റർ ഉള്ളിലേക്ക് കുഴിച്ചു എന്നാൽ ഇതിന്റെ അഹോമണ്ഡലം കത്തി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ലാവയെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അത് ഭൂവലക്കത്തിന് വിള്ളലുണ്ടാകുമ്പോൾ, ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് തള്ളി വരുന്ന അഗ്നിസ്ഫോടനം ആർക്കും നിഷേധിക്കാൻ കഴിയുമോ? നമുക്കറിയാം, കാലിഫോർണിയയിലും ജപ്പാനിലും അനവധി രാജ്യങ്ങളിൽ നിന്നും സജീവങ്ങളായ അഗ്നിപർവ്വതങ്ങളുണ്ട്. അപ്പൊ ഭൂമിയുടെ അകക്കാമ്പിൽ നിന്ന് പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ലാവയാണ്, അത്യുഗ്ര ശേഷിയിൽ തിളച്ചു മറയുന്ന ലാവ, ആ ലാവയാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ലാവയെ വെള്ളത്തിന് കിടത്താൻ കഴിയുമോ? ഇല്ല പ്രിയരെ, കെടാത്ത തീ എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്താണ് തെളിവ്? വായിക്കാൻ നമുക്കറിയാം, കഴിഞ്ഞ നാളിൽ സുനാമി ഉണ്ടായി. ഇവിടുത്തെ ഈ പ്രാദേശിക സ്ഥലങ്ങളിൽ ചിന്തിച്ചാൽ തന്നെ അറിയാം. കാരണം ഇവിടെ കടൽ ഇത്ര അടുത്തുള്ള സ്ഥലമാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇന്തോനേഷ്യൻ കടലിന്റെ അടിത്തട്ടിൽ ഒരു ഭൂകമ്പം ഉണ്ടായി, അഗ്നിസ്ഫോടനം. ആ അഗ്നിസ്ഫോടനത്തിന്റെ ലാവയെ, ഈ അന്തരാളത്തിൽ കത്തിമറിയുന്ന ലാവയെ ഈ 71% കടലായിരിക്കുന്ന കടലിലെ വെള്ളത്തിൽ കടത്തുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇവിടെ സുനാമി ഉണ്ടാകുമായിരുന്നോ? വെള്ളം തിളയ്ക്കുമായിരുന്നോ? എന്തുകൊണ്ട് സുനാമി ഉണ്ടായി? ഈ വെള്ളത്തിന് കിടത്തുവാൻ കഴിയാത്തൊരു തീ ഇന്ന് അന്തരാളത്തിൽ തന്നെ ഉണ്ട് പ്രിയരെ. അനേകം ഗോളങ്ങളിൽ നിന്ന് കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കെടാത്ത തീയുണ്ടോ? ഉണ്ട്. വെള്ളമൊഴിച്ച കെടാത്തൊരു തീയുണ്ട്. ഇനി ചാകാത്ത പുഴുവുണ്ടോ? ശാസ്ത്രം വളർന്നു. 1983 അമേരിക്കയിലെ കാലിഫോർണിയയിൽ സജീവങ്ങളായ അഗ്നിപർവ്വതങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ പൊട്ടിവരുന്ന അഗ്നിപർവ്വതങ്ങളെ കുറിച്ച് അവിടുത്തെ ഭൂഗർഭ ശാസ്ത്രജ്ഞർ പഠനം നടത്തിയപ്പോൾ അവർ ഞെട്ടിക്കുന്ന സത്യം കണ്ടെത്തി. അതിൽ ജീവിച്ചിരിക്കുന്ന, അത് ഭക്ഷിച്ച് ജീവിക്കുന്ന 12 ജോഡി പുഴുക്കളെ കണ്ടെത്തി. ചെറിയ നുൽപ്പുഴുക്കൾ. അവയെ ഇനി നിർമ്മാർജ്ജനം ചെയ്യുവാൻ അവർ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അവർ വളരെ ചിന്താമഗ്നരായി തീർന്നു. അതിനവർ കണ്ടെത്തിയത്, അന്നത്തെ ജർമ്മനിലെ മാസ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബയോ കെമിക്കൽ പ്രൊഫസർ ഉൾഫ്രാദും സംഘവും ചേർന്ന് ഏറ്റവും തീവ്രതയേറിയ ആസിഡിലേക്ക് ഇട്ടു. പക്ഷെ അതിനൊന്നും സംഭവിച്ചില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് പ്രകൃതി ശാസ്ത്ര ജേണൽ എന്ന മാസികയിൽ അവർ പ്രസിദ്ധപ്പെടുത്തി. കെടാത്ത തീയിൽ ചാകാത്ത പുഴു, ഒരു നരകമുണ്ട്. കെടാത്ത തീയുണ്ട്, ചാകാത്ത പുഴുവുണ്ട്. അതുകൊണ്ട് പാപി ശിക്ഷിക്കപ്പെടും. പാപിയെ ശിക്ഷിക്കുമോ? ശിക്ഷിക്കും. എവിടെ ശിക്ഷിക്കും? 2000 ആണ്ടുകൾക്കപ്പുറത്ത് അവൻ ദൈവരൂപത്തിലിരിക്കെ, ദൈവത്തോട് സമത്വം വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി പോരാ ദാസരൂപം എടുത്ത് പോരാ. അവൻ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ പച്ച മനുഷ്യനായി, എന്നെ പോലെ നിങ്ങളെ പോലെ പാവമൊഴിയെ മറ്റെല്ലാത്തിനും സമതുല്യനായ ആ ക്രിസ്തുവിന്റെ കൈകളെ എന്തുകൊണ്ട് കാരിരുമ്പാണി വെച്ചടിച്ചു? അനേകർക്ക് നുറുക്കി കൊടുത്ത, അനേക കുശികൾ തൊട്ടി സൗഖ്യമാക്കിയ ആ സൗഖ്യദായകങ്ങളിലുണ്ടല്ലോ കാരിരുമ്പാണി വെച്ചടിച്ചത്. 2 കൈയുള്ളവനായി ഈ കെടാത്ത തീയിലേക്ക് പോകുന്നതിനേക്കാൾ ഒറ്റ കയ്യനായി നീ സ്വർഗത്തിലേക്ക് പോകുന്നതാ. അത്ര ഭയങ്കരമായ ശിക്ഷ. അവന്റെ കാലുകൾ സത്യവും നീതിയും ധർമ്മവും ലോകത്തിന് കൊടുത്ത ആ കാലുകളിൽ, പവിത്ര പാദങ്ങളിൽ കാരിരുമ്പാണി വെച്ചടിച്ചത് മറന്നു പോകരുത്. പാപത്തിന്റെ വഴിയിൽ പാപത്തെ പാൽ പോലെ ആസ്വദിച്ച് പാപത്തിൽ ജീവിക്കുന്ന അല്ലയോ മനുഷ്യ, നിന്നെ പാപത്തിന്റെ ശിക്ഷയായ നിത്യ നരകത്തിലെറിയേണ്ടി വരും. അതുകൊണ്ട് ആ പാതയിൽ നിന്നും ജീവന്റെ പാതയിലേക്ക് നയിക്കുവാൻ സ്നേഹസ്വരൂപനായ കർത്താവായ യേശു ക്രിസ്തു തന്റെ പവിത്ര കാലുകളെ ചേർത്ത് വെച്ചു കൊടുത്തു. സ്നേഹിത, ആ തിരുമേനി നിനക്കറിയോ? ജന്മഭാവമില്ലാത്ത, കർമ്മഭാവമില്ലാത്ത ആ തിരുമേനി അടിക്കുവാൻ ഏൽപ്പിക്കണമെങ്കിൽ അവൻ ദൈവരൂപത്തിലിരുന്നാൽ അവന് മരിക്കാൻ കഴിയുകയില്ല. വേഷത്തിൽ മനുഷ്യനായി ആ വന്ന കർത്താവായ യേശു ക്രിസ്തു എന്റെയും നിങ്ങളെയും പാപം ഏറ്റെടുത്തു. അങ്ങനെ പാപത്തിന്റെ പകരക്കാരനായി മരിക്കുവാൻ താൻ യോഗ്യത നേടി. അവിടെ കൊണ്ട് അവസാനം. അതുകൊണ്ട് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം നമുക്കൊന്ന് വായിക്കാൻ. കൊരിന്ത്യർക്ക് എഴുതിയ 5-ാം ലേഖനം 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. പാപമറിയാത്തവനെ അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. കർത്താവായ യേശു പാപമാക്കപ്പെടുകയാണ് ചെയ്തത്, എന്റെയും നിങ്ങളുടെയും പാപം. ഞാനൊന്ന് ചോദിച്ചോട്ടെ,
ആര് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തൊരു അവതാര പുരുഷനുണ്ട്? ഏതൊരു പ്രവാചകനുണ്ട് പ്രിയരെ? ഏതൊരു രാഷ്ട്രീയ നേതാവുണ്ട്? ഏതൊരു തത്വചിന്തകനുണ്ട്? അതുകൊണ്ടാണ് യേശു ക്രിസ്തു നമ്മുടെ പാപത്തിനെ മുഴുവൻ അവന്റെ പരിശുദ്ധ ശരീരത്തിൽ ഏറ്റെടുത്തപ്പോൾ റോമൻ ചാട്ടവാറുകൾ, അതിഭീകരമായ അടികൾ അവന്റെ ഓരോ ആ ശരീരത്തെ കീറി മുറിച്ചപ്പോൾ ഓർത്തുകൊള്ളണം, എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ വീഴേണ്ട ആ ഭയാനകമായ ചാട്ടവാറിന്റെ അടി അവൻ ഏറ്റെടുത്തത് സ്നേഹിത നമ്മളെ സ്നേഹിച്ചു. നമ്മളെ നരകത്തിന്റെ ഭയാനകത രക്ഷിപ്പാൻ അവൻ ആ തിരുമേനിയെ കീറുവാൻ തക്കവണ്ണം താൻ ഏൽപ്പിച്ചു കൊടുത്തു. അവന്റെ മുഖം അവൻ തുപ്പിൽ ഏൽപ്പിച്ചു. അവന്റെ താടി രോമങ്ങൾ ഓരോന്നും പിഴുതെടുത്തു. അവനെ ഒരു മുൾമുടി ഉണ്ടാക്കി അടിച്ചിറക്കി. അങ്ങനെ പാപമറിയാത്തവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടപ്പോൾ പകരക്കാരനായി എന്തു മറുവില കൊടുക്കും? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ജീവിക്കും. എപ്പോൾ ജീവിക്കും? കല്ലറയുള്ളവൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അവരുടെ ഒരു നാഴിക വരുന്ന വന്നു മരിക്കുന്നു. എന്ത് മറുവില കൊടുക്കും? മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യത്തിൽ യേശു ക്രിസ്തു പറഞ്ഞു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് ജീവനെ മറുവിലയായി കൊടുക്കാനും അത്രേ. ജീവനെ വീണ്ടെടുപ്പാൻ എന്ത് മറുവില കൊടുക്കും? ഈ സർവത്തിന്റെയും നിത്യജീവാകാരമായിരിക്കുന്ന ക്രിസ്തു തന്റെ ജീവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ട് അലറിക്കരഞ്ഞുകൊണ്ട് തന്റെ ജീവനെ ഏൽപ്പിച്ചപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവക്കല തുറക്കപ്പെട്ടു, ജെറുസലേം ദൈവാലയത്തിന്റെ തിരശ്ശീല മുകൾ വടയിലേയും കീറിപ്പോയി. എന്താണ് കാരണം? മതങ്ങളെ വിട, ഇസങ്ങളെ വിട, തത്വചിന്തകളെ വിട, കർമ്മകാണ്ഡങ്ങളെ വിട. ഇനിയൊരു പാപപരിഹാര യാഗത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കും. എബ്രായ ലേഖനത്തിൽ അഥവാ 10-ാം അധ്യായത്തിന്റെ 10 മുതൽ 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവും സാക്ഷീകരിക്കുന്നു. ഏത് പുരോഹിതനും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതയാങ്ങളെ കൂടെ കഴിച്ചു. എബ്രായ ലേഖനം 10:11 ഞാൻ പറയുന്നത്. ഏത് പുരോഹിതനും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതയാങ്ങളെ കൂടെ കഴിച്ചു നിൽക്കുമ്പോൾ, സ്നേഹിത ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ പള്ളികളിൽ നടക്കുന്ന കുർബാന, ആ കുർബാനയ്ക്ക് ശേഷം അച്ഛനൊരു ആശീർവാദം പറയും. ബലഹീനനും മഹാപാപിയുമായി അടിയൻ അടുത്ത ബലിയർപ്പണം ഉണ്ടാവുമെന്ന് അറിയില്ല, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. ഇത് തന്നെയല്ലേ നമ്മുടെ പോപ്പും പറയുന്നത്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഏത് പുരോഹിതനും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാങ്ങളെ കൂടെ കഴിച്ചു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവ് സാക്ഷീകരിക്കുന്നു. ഭൂതകാലത്ത് നീ ചെയ്ത പാപത്തിനല്ല, നിന്റെ പൈതൃക പാപത്തിനല്ല, ഭാവി കാലത്ത് അഥവാ ഈ വർത്തമാനകാലത്ത് പാപത്തിനല്ല, ഭാവി കാലത്ത് ചെയ്യുവാനുള്ള പാപത്തിന്റെ കൂടി ശിക്ഷ അമ്മയുടെ ഉള്ളത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അവൻ നമ്മെ കണ്ടു, അവന്റെ തിരുമേനി ഏറ്റെടുത്തു. അവൻ നമുക്ക് വേണ്ടി ടെട്രാസ്റ്റോയ് എന്ന് പറഞ്ഞ് തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ സൂര്യൻ ഇരുണ്ടു, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവക്കല തുറക്കപ്പെട്ടു. ജെറുസലേം ദൈവാലയത്തിന്റെ തിരശ്ശീല 70 അടി നീളവും 30 അടി വീതിയുമുള്ള 14 അഥവാ 12 ഗോത്രങ്ങളെ പ്രതികരിക്കുന്ന 12 അടക്ക് ചണനൂല് കൊണ്ട് നിർമ്മിച്ച 4 ഇഞ്ച് കനമുള്ള ആ തിരശ്ശീലയാണ് പ്രിയരെ സ്വർഗമെന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദം അർപ്പിച്ചത്. ദൈവം ആ യാഗം പൂർത്തീകരിച്ചപ്പോൾ ഇത് ആ തിരശ്ശീല കീറി. എന്തെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിലെ ദൈവത്തിന് ആദ്യമായി പണിയൊഴിക്കപ്പെട്ട സ്വർഗീയമായിരിക്കുന്ന ആ ദൈവത്തിന് പണിയപ്പെട്ട ദൈവാലയമാണ് ജ്ഞാനിയായ സോളമൻ മഹാരാജാവിൽ പണിയിച്ചതും അതിനുശേഷം പുതുക്കിപ്പണതുമായ ഈ ഹെരോദാസ് പുതുക്കിപ്പണത ജെറുസലേം ദൈവാലയം. ആ ദൈവാലയത്തിന്റെ തിരശ്ശീലയാണ് കീറിപ്പോയത്. എന്താണ് കാരണം? ഇനി പാപിക്ക് ഒരു കാരണവശാലും പാപപരിഹാരത്തിന് ഒരു മതപുരോഹിതന്റെ യാഗാർപ്പണത്തിന്റെ ആവശ്യമില്ല. ഏതൊരു പാപിക്കും യേശു ക്രിസ്തു എന്ന ഏകസത്യ ദൈവത്തോട് പാപങ്ങൾ ഏറ്റുപറയാം. എന്താണ് കാരണം? ഏത് പുരോഹിതനും പാപങ്ങളെ പരിഹരിപ്പാൻ കഴിയാത്ത യാഗങ്ങൾ കഴിച്ചു. നമുക്കുള്ള മഹാപുരോഹിതൻ യേശു ക്രിസ്തു, സ്വർഗത്തിൽ നമുക്ക് മഹാപുരോഹിതൻ. ആ പുരോഹിതൻ പറയുകയാണ് എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവരല്ല. നമുക്കുള്ള മഹാപുരോഹിതൻ മറ്റ് മഹാപുരോഹിതന്മാരെല്ലാം മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ, മറ്റു മഹാപുരോഹിതന്മാരെല്ലാം യാഗാർപ്പണ ശേഷം ഞാൻ ബലഹീനനും മഹാപാപിയുമാണെന്ന് ബഹുമാനിതനായി പോപ്പ് പോലും പറയുമ്പോൾ, ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ
ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ മറ്റെല്ലാത്തിലും സമതുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദര, അതുകൊണ്ടാണ് 1 തീമോഥെയോസ് 2-ാം അധ്യായത്തിന് 4-5 വാക്യങ്ങളിൽ ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, തന്നെത്താൻ മറുപടിയായി കൊടുത്ത കർത്താവായ ക്രിസ്തു യേശു തന്നെ. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായ ക്രിസ്തു കാൽവറിയിൽ തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി സ്വർഗത്തിലേക്ക് ജീവനുള്ള പുതുവഴി തുറന്നപ്പോൾ ഏതൊരു പാപിക്കും കർത്താവായ യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ആ നിമിഷം കർത്താവായ യേശു ക്രിസ്തു പാപമോചനം കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഒരു കാലത്ത് പാപത്തിന്റെ അഴുക്കിലാതി ജീവിച്ച ഞങ്ങളെ പോലെയുള്ളവർ ഈ ക്രിസ്തുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ അവൻ പാപമോചനം നൽകി. ഇന്ന് വിളിക്കുന്നത് പാപി എന്നല്ല, എല്ലാ പ്രാർത്ഥനകളിലും മതം വിളിക്കും പാപി എന്നാൽ. നിങ്ങൾ വായിക്കണം ബൈബിൾ, റോമാലേഖനം 1-ാം അധ്യായത്തിൽ റോമിലെ വിശുദ്ധന്മാർക്ക്, കൊരിന്തിലെ വിശുദ്ധന്മാർക്ക്, എഫെസോസിലെ വിശുദ്ധന്മാർക്ക്, തെസ്സലോനിക്കയിലെ വിശുദ്ധന്മാർക്ക്, അല്ലാതെ മരിച്ച ശേഷം അനേക നാളുകൾ കഴിഞ്ഞ് കുറെ അശുദ്ധന്മാർ കൂടി വിശുദ്ധനെ പ്രഖ്യാപിക്കുകയല്ല. ഇവിടെ സ്വർഗത്തിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന നിർമ്മല രക്തത്താൽ വിശ്വാസത്താൽ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ അവൻ നമ്മുടെ അന്തരാളത്തിലേക്ക് കടന്നു വന്നാൽ അവൻ കർത്താവും ദൈവമായി ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയാൽ ആ നിമിഷം സ്വർഗം അവനെ വിളിക്കും. റോമിലെ വിശുദ്ധന്മാർക്ക്, കൊരിന്തിലെ വിശുദ്ധന്മാർക്ക്, എഫെസോസിലെ വിശുദ്ധന്മാർക്ക്, തെസ്സലോനിക്കയിലെ വിശുദ്ധന്മാർക്ക്, പറവൂരിലെ വിശുദ്ധന്മാർക്ക്. അതുകൊണ്ടാണ് വിശുദ്ധന്മാർക്ക് ഇനി ഒരു ബലി ആവശ്യമില്ല. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടും, സദാകാല സൽഗുണപൂർത്തി പറ്റുക. ഇത് പരിശുദ്ധാത്മാവ്, ഇതാണ് സുവിശേഷം. പരിശുദ്ധാത്മാവ് സാക്ഷീകരിക്കുന്നു. ഈ കാലങ്ങൾക്ക് ശേഷം ഞാൻ അവരോട് ചെയ്യുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഇതാണ് പുതിയ നിയമം. ഞാൻ എന്റെ ന്യായപ്രമാണം ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവ് അരുളിച്ചത്. ഇവയുടെ മോചനമുള്ളെടുത്ത്, യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗത്തിന്റെ മോചനമുള്ളെടുത്ത് ഇനി പാപങ്ങൾക്ക് വേണ്ടി യാഗത്തിന്റെ ആവശ്യമില്ല. കുർബാന എന്നൊരു യാഗം, ഇനി മതം നടത്തുന്ന ഒരു യാഗം ആവശ്യമില്ല. പ്രിയരെ, ദൈവവചന ശക്തമായും വ്യക്തമായും പറയുന്നു. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ ഈ വണ്ണം പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു എന്ന് യാഥാർത്ഥ്യമാണ്. അങ്ങനെക്ക് വേണ്ടി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് യാഥാർത്ഥ്യമാണ്. ഞാനത് അംഗീകരിക്കുന്നു. കർത്താവെ, അങ്ങേ രക്ഷിതാവും ഭർത്താവുമായി സ്വീകരിക്കുന്നു. സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും. സത്യം എന്ന പദം മലയാളത്തിലേക്ക് ഉരുത്തിരിച്ചിരിക്കുന്നത് അഥവാ സംസ്കൃത സംജ്ഞയിൽ നിന്നാണ് പ്രിയരെ. അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥകൽപ്പന എന്ന് പറയുന്നത് താനീകവ ഏതാവണി അക്ഷരാണി സതീയമതി തത്തമൃത മഥായി തോഥാമർത്യാമതെന്നാണ്. അത്തയും അമർത്യതയും തത്തയും മർത്യതയും യം രണ്ട് സമയം ഒരുമിച്ച് വസിക്കുന്ന ഏക സത്താവിശേഷം യേശു ക്രിസ്തു മർത്യശരീരത്തിൽ 33 വയസ്സ് ജീവിച്ച് ഈ മർത്യശരീരത്തിൽ മരിച്ച് അമർത്യശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റ് അല്ലയോ ക്രിസ്തു. ആ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ആ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്ന നാമോ രൂപാന്തരം പ്രാപിച്ച് ഈ സൂര്യനെ കടന്ന് ചന്ദ്രനെ കടന്ന് നക്ഷത്രങ്ങളെ കടന്ന് വാനഗോളങ്ങളെ താണ്ടി പുനരുത്ഥാനത്തിന്റെ അമർത്യ ശരീരത്തിൽ അവന്റെ തിരുമാറിലേക്ക് മൊത്തമിടുവാൻ ഇതാ സമയം സമാഗതമായിരിക്കുന്നു. ഇനി ഇത് സുപ്രധാന കാലം, ഇത് രക്ഷാ ദിവസം. ഇന്ന് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗ്ഗം, ഇല്ല എങ്കിൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഞാൻ വലിയൊരു വെള്ളസിംഹാസനം കണ്ടു, അതിലൊരു തിരിക്കുന്ന കണ്ടു. അവൻ ചെന്ന് ആകാശവും ഓടിപ്പോയി. മരിച്ചവർ ആപാലവൃത്തം ആ സിംഹാസനം നിൽക്കുന്നു കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം തുറന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇത് 2ാമത്തെ മരണം. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? നിങ്ങളുടെ പേര് പാർട്ടിയുടെ പുസ്തകത്തിൽ ഉണ്ടാകാം, മതത്തിന്റെ പുസ്തകത്തിൽ ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ സൃഷ്ടിച്ച, നമ്മളെ രക്ഷിച്ച, നമുക്ക് വേണ്ടി ജീവനും കൊടുത്ത നമ്മുടെ ജീവദായകനായ രക്ഷിതാവായ കർത്താവായ വെളിപ്പെട്ട ദൈവമായ യേശു ക്രിസ്തുവിന്റെ ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേരുണ്ടോ പ്രിയരേ? ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും നീ നിന്റെ ജീവനെ നഷ്ടമാക്കിയാൽ നിനക്ക് എന്ത് പ്രയോജനം സ്നേഹിതന്മാരെ? അതുകൊണ്ടാണ് ഇന്ന് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഈ ദേശത്തേക്ക് ഈ സഹോദരന്മാരെ അയച്ചത്. അതിനാണ് ഈ സഭ ഇവിടെ. ഒരു മതം മാറ്റുവാനല്ല, ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ, സ്നേഹമുള്ള ദൈവത്തെ, സത്യദൈവത്തെ, നിത്യജീവനെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതിനാണ് ഈ ദേശത്തേക്ക് അറിയിച്ചത്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, വളരെ താഴ്മയോടെ, വിനയത്തോടെ, വളരെ സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ് ഞാൻ. നിങ്ങൾ കർത്താവായ യേശു എന്ന ഏക സത്യദൈവത്തെ
ഹൃദയത്തിലേക്ക് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവനായി ജീവിതം സമർപ്പിച്ചാൽ നമുക്ക് നിത്യജീവൻ ഉണ്ട്. അതുകൊണ്ടാണ് ദൈവഗ്രന്ഥം പറയുന്നത്, ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വേഗം തന്നുവെന്നും നാം അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. അനവധി ദൈവങ്ങൾ നടുവിൽ ഒരേ ഒരു ഏക സത്യദൈവം, അനവധി മിഥ്യാമൂർത്തികൾ നടുവിൽ ഒരേ ഒരു ജീവനുള്ള ദൈവം, അവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക, നിത്യജീവനെ പ്രാപിക്കുക, നിത്യയുടെ പങ്കാളിയായി തീരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനായി എനിക്ക് അവസരം നൽകിയ ദൈവസഭയോട് എനിക്കുള്ള സ്നേഹവും എൻ്റെ നന്ദിയും അറിയിച്ചുകൊണ്ട് സർവകൃപാലുവായ ദൈവം ഈ വചനങ്ങൾ ദേശത്തെ അനുഗ്രഹിക്കട്ടെ, ആരും നാശത്തിലേക്ക് വനിട വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.